ടീമിന് വേണ്ടി ചാവുന്ന ഒരു മെസ്സിയും മെസ്സിക്ക് വേണ്ടി ചാവുന്ന ഒരു ടീമുമാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ വിജയം. മെസ്സിനെ തൊട്ടാൽ കടലായിട്ടുള്ളത്. എനിക്ക് മെസ്സിനെ കാണുന്ന ആഗ്രഹം ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് കരയണം, പറ്റണി ഒന്ന് കടിക്കണം. നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആരാ കമന്റ് ചെയ്തൊക്കെ നോക്കുന്നത്? ഞാനാണെങ്കിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഇവനാണെങ്കിൽ പറഞ്ഞ് മെസ്സി കമന്റ് ഇട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചത്. അത് കഴിഞ്ഞ് ഞാൻ മെസ്സി പ്രൊഫൈൽ എടുത്തിട്ട് ഞാൻ പേടിച്ചില്ല. ഞാൻ പേടിച്ച് നിങ്ങൾ കമന്റ് ഇട്ടിട്ട് കമന്റ് എനിക്ക് കരച്ചില്ല. എന്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ കുറെ നേരം കരഞ്ഞു. ഞാൻ വൈഫിനെ നോക്ക് ആരുടെ കമന്റ് ചെയ്തൊക്കെ നോക്കാൻ. മെസ്സി ഇപ്പോൾ കമന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാസിയസ് യാദിൽ അടിച്ചത്. ഗ്രാസിയസ് കഴിഞ്ഞിട്ട് യാദിൽ YADIL. ഇത് മെസ്സി ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് ഒരു മൂവ്മെന്റ്. ഇത്രയും വലിയൊരാള് എന്റെ പേര് ടൈപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡ്. മെസ്സിനെ കാണാൻ വെച്ചാൽ എളുപ്പമല്ല. കാരണം USS കിട്ടാൻ ഭയങ്കര ടഫാണ്. USS ഇന്റർവ്യൂ പോയവർക്കറിയാം അവർക്ക് ഫോൺ കേട്ടില്ല. അപ്പോൾ അത് ചോദിച്ചാൽ എന്താണ് ട്രാവൽ പർപ്പസ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സിയുടെ കളി കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ അവർ പാസ്പോർട്ട് എടുത്തിട്ട് വെൽക്കം ടു അമേരിക്ക പറഞ്ഞിട്ട് ബ്രോ ഈ സാധനം അത് എക്സ്പീരിയൻസ് ചെയ്ത സാധനമേ. ഇപ്രാവശ്യം ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോസ്റ്റ് ഇട്ടു. ഞാനൊരു സ്പാനിഷിലാണ് വീഡിയോ ചെയ്തത്. പോസ്റ്റ് അതെങ്ങനെ സ്പാനിഷിൽ പറഞ്ഞു പോയോർന്ന് ഇപ്പൊ പറയാൻ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഫോണിലൊക്കെ കഷ്ടപ്പെട്ട് ഓരോ പ്രാവശ്യം നോക്കി അങ്ങനെയൊക്കെ കാണാതെ പിടിച്ചു പറഞ്ഞാണ്. ഇതല്ലാണ്ട് നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ പോയാൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലേഷ്യയോ അല്ലെങ്കിൽ തായ്ലൻഡോ അല്ലെങ്കിൽ സിംഗപ്പൂരോ എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ നമ്മൾ കാണാൻ വേണ്ടി പോകും. കാരണം ഓരോ ഡെസ്റ്റിനേഷൻ ഇപ്പം ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാലോ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇന്ന പ്ലേസുകൾ കാണുമായിരിക്കാം, പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു ടെമ്പിളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബീച്ച് സൈഡായിരിക്കാം. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ സ്വന്തം ഇൻസ്റ്റാഗ്രാം പേജ് ഒരു ഡെസ്റ്റിനേഷനാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഓണത്തിന് നമ്മൾ തകർക്കും. അതെ, ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാദിൽ ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. യാദിൽ ഇക്ബാൽ. സ്വന്തം പേജ് ഡെസ്റ്റിനേഷൻ ആക്കിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരാളുടെ കമൻറ്റ് കാണാൻ വേണ്ടിയിട്ട് പല പ്രമുഖരും വന്ന് നോക്കി, അവിടെ കമൻ്റ് ഉണ്ടോ എന്ന് നോക്കി. അദ്ദേഹവും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്വന്തം പേജിൽ ആ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടോ എന്ന്. സാക്ഷാൽ മെസ്സി. ലയണൽ ആൻഡ്രസ് മെസ്സി. അങ്ങനെയൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനും പെട്ടുപോകും. മെസ്സിയുടെ കമൻറ്റ് ചെയ്ത ഒരു സമയമുണ്ടല്ലോ അല്ലേ, അത് വല്ലാത്തൊരു ഫീലാണ്. അത് എനിക്കറിയാം യാദിൽ എത്രമാത്രമാണ് സന്തോഷിക്കുന്നത്, യാദിലിൻ്റെ ഡ്രീം എന്താണെന്നൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. പലരും ചിലപ്പോൾ കളിയാക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ യാദിലിൻ്റെ ഡ്രീമാണ് യാദിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിൽ ഡ്രീമിൽ ഒരെണ്ണം ഇപ്പോൾ അച്ചീവ് ആയിരിക്കുകയാണ്. ഇനി നേരിട്ട് നിന്ന് സംസാരിക്കുക, ഒരു ഫോട്ടോ എടുക്കുക. ആ ഡ്രീമിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ലാസ്റ്റ് ടൈം ഇന്റർ മിയാമിൽ മെസ്സി കറണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബിൽ ഞാൻ കളി കാണാൻ പോയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുന്നത്. ലൈക്ക് ഇതിനെല്ലാം കാരണം ഒരു മലയാളികളാണ്. ഇന്റർ മിയാമി ഇട്ട പോസ്റ്റിൽ അന്നത്തെ കളി കാണാൻ വേണ്ടിയിട്ട് ടോം ഹോളണ്ട് സ്പൈഡർമാൻ വന്നിട്ടുണ്ടായി. അപ്പോൾ സ്പൈഡർമാൻ ഇങ്ങനെ എല്ലാവർക്കും ഓട്ടോഗ്രാഫർ ഇടുന്ന ഫോട്ടോയിൽ ഞാനിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയിട്ട് മലയാളികൾ ഫുള്ള് യാദിൽ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടപ്പോൾ ഇവരേന്നുള്ള അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്ത് ഇന്റർ മിയാമിയുടെ ഒഫീഷ്യൽസിനായിട്ട് ഞാനൊരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവർ ചോദിച്ചു നീ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം കളി കാണാൻ വേണ്ടി വന്നാണെന്ന് ചോദിച്ചു. അത് സാധാരണ മാച്ചായിരുന്നു, ഇമ്പോർട്ടൻറ്റ് മാച്ച്. കമ്പനി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തിരുന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെ കമ്പനി ആവുന്നത്. അത് ഞാൻ മെസ്സി ഫോളോ ചെയ്യണം, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 369 പേരെ കണ്ട് ഫോളോ ചെയ്യണമെന്നാണ്. 369 പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് യാദിലാണ്, കേരളത്തിലാണ്. ഞാനിങ്ങനെ 2021 കോപ്പ അമേരിക്ക അടിച്ചപ്പോൾ ഞാൻ മെസ്സിയുടെ ഒരു മുറാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 2022 അർജന്റീന വേൾഡ് കപ്പ് അടിച്ചപ്പോൾ ഞാൻ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയെങ്കിലും മെസ്സി ഒന്ന് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ പലരും റിപ്ലൈ ചെയ്യാണ്ടിരിക്കും. എനിക്ക് ഫോളോവേഴ്സ് കൂടുന്തോറും, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്തോറും എനിക്ക് റിപ്ലൈസ് വരാൻ തുടങ്ങി. അപ്പോൾ മെസ്സിയുടെ ലൈക്ക് പ്രൊമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന PR ടീം അവരെനിക്കറിയാം. പിന്നെ ഇന്റർ മിയാമിനെ ഹാൻഡിൽ ചെയ്യുന്ന ടീമിനെ അറിയാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു VIP ടിക്കറ്റ് ഞാൻ ബ്ലാക്കിന് എടുത്തിട്ടാണ് പോയത്. 25,000 രൂപ ടിക്കറ്റ്, 65,000 രൂപയ്ക്കാണ് ഞാൻ ഇന്റർ മിയാമിന് എടുത്തിട്ട് പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഫുൾ VIP ഏരിയയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. മെസ്സിയുടെ ബോഡി ഗാർഡിനെ കണ്ടു. പിന്നെ
ഇന്റർ മിയാമിയുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ടീമിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് കാണിച്ചു, ഞാൻ നമ്മൾ ഫുൾ സ്റ്റോറി പറഞ്ഞു. നമ്മളിങ്ങനെ നാട്ടുമ്പുറത്താണ്, ഇങ്ങനെ കേരളത്തിലാണ് ഉള്ളത്, അവിടെ മെസ്സിക്കും റൊണാൾഡോക്കും ഫാൻസ് ഉണ്ട്, ഞങ്ങളിങ്ങനെ ദൂരത്ത് എവിടെയോ വീടൊന്നും അറിയാണ്ട് മെസ്സിക്കും റൊണാൾഡോക്കും വേണ്ടിയിട്ട് ഞങ്ങൾ തല്ലുപിടിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന്, എൻ്റെ ഒരു ഐഡലിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആളുടെ ഏറ്റവും ബെസ്റ്റ് മൂമെൻറ്റ്, രാജ്യത്തിന് വേണ്ടി ട്രോഫി എടുത്ത മൂമെൻറ്റിൽ ഞാനിങ്ങനെ ഒരു മുറാല്, അതായത് സ്റ്റാച്ചു ഉണ്ടാക്കി ഒരു ഫോട്ടോ വരച്ച്, എനിക്ക് എന്തെങ്കിലും അത് മെസ്സി കാണണം എൻ്റെ ആഗ്രഹം. എനിക്ക് മെസ്സിനെ കാണുന്ന ആഗ്രഹം, ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് കരയണം, ഒന്ന് പറ്റണെങ്കിൽ ഒന്ന് കടിക്കണം. കടിച്ചാ പിന്നെ മെസ്സേജ് ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അറിയില്ല, ഇത് യാദിലിൻ്റെ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. എനിക്ക് യാദിലിനെ പേഴ്സണലി നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചില കൂട്ടുകാരുണ്ട് നമ്മുടെ ഇടയിൽ, സന്തോഷം വരുമ്പോൾ കടിക്കുന്ന കൂട്ടുകാർ. ഞാൻ അവനെ ഓർക്കാണ്, എൻ്റെ കോളേജിൽ ചപ്പി, അതായത് സജിൻ, അവൻ എന്നെ കടിക്കും ചിലതാണ്, അങ്ങനെയാണ് കടിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇടിക്കും. നല്ല ഫ്രണ്ട്സ്. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇമോഷൻ പരസ്പരം ഹഗ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മെസ്സിയുടെ ഒരു ഹഗ് കിട്ടാനുള്ള ഭയങ്കര ഇപ്പോൾ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ ഭാഗ്യം മെസ്സിനെ പോലത്തെ ഒരാൾ നമ്മുടെ പ്രൊഫൈൽ വന്ന് ഞാൻ ഉണ്ടാക്കിയൊരു ബർത്ത്ഡേ വിഷ് വീഡിയോക്ക് എൻ്റെ ബാക്കിലത്തെ മുറാല് കണ്ടു, ഞാൻ വണ്ടിയിൽ സ്റ്റിക്കർ ചെയ്ത് കണ്ടു. ആ വീഡിയോ കാണുന്നതിന് ഏറ്റവും വലുത്, അതിനേക്കാൾ ഏറ്റവും വലുത് ഞാൻ പിന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന മൂമെന്റ് എന്ന് വെച്ചാൽ, മെസ്സി ഇപ്പോൾ കമന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാസസ് യാദിൽ അടിച്ചത്, ഗ്രാസസ് കഴിഞ്ഞിട്ട് യാദിൽ YADIL, ഇത് മെസ്സി ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് ഒരു മൂമെന്റ്, ഇത്രയും വലിയൊരാൾ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡ്സ് ആണ് എൻ്റെ ലൈഫിലത്തെ ഏറ്റവും വലിയ മൂമെന്റ്. ഒരുപാട് പേര് യാദിലിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്, കാരണം മെസ്സിയുടെ പിറകെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്ത് എന്തിനാണ് ഇങ്ങനെ. പക്ഷെ അവിടെ വെച്ചിട്ടും ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ചെയ്തില്ല താങ്കളുടെ ഡ്രീം എന്ന് പറയുന്നത്. വൈഫും ഒരു സമയം വരെ ഓക്കെ എന്ന് പറഞ്ഞിരുന്ന, പക്ഷെ യാദിൻ്റെ കൂടെ വൈഫും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കൂടെ. 2022 ഞാൻ ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോകുന്നത്, അത് ഖത്തറിൽ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിക്ക് മുമ്പ് ഞാൻ അതിൻ്റെ പുറത്ത് പോയിട്ടേ ഇല്ല, സീരിയസ്ലി. അപ്പോൾ അന്നാണെങ്കിൽ എനിക്ക് കൊച്ച് 6 മാസമായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കൊച്ചിനെ വിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടൊരു സ്ഥലത്ത് പോകുമ്പോൾ ഫസ്റ്റ് കളി അർജന്റീന സൗദിയായിട്ട് തോക്കുന്നു. നാട്ടിലത്തെ ആൾക്കാർ ഫുള്ള് പറയുന്നു, ഇവൻ പോയി ആരാണ് തോക്കുന്നത്, ഇവൻ മാൻഡ്രേക്കാണ്. അപ്പോൾ എൻ്റെ ഫാമിലി ഇല്ല, ആരുമില്ല. പിന്നെ ആ വേൾഡ് കപ്പ് എനിക്ക് നേരിട്ട് മെസ്സി വേൾഡ് കപ്പ് അടിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതായത് ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മൂമെൻറ്റ്. ഞാനിപ്പോൾ മെസ്സിനെ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ മെസ്സി വേൾഡ് കപ്പ് അടിക്കുന്നത്, മെസ്സി കരയുന്നത്, ഇപ്പം TV കാണിക്കാത്ത മൂമെൻറ്റ്സൊക്കെ ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്നുണ്ട്. അത് ബെസ്റ്റ് മൂമെൻറ്റ്സാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഈ ടഫസ്റ്റ് പാർട്ട് കണ്ട ആളാണ് എൻ്റെ വൈഫ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ സ്ഥലങ്ങളിൽ ഖത്തറിലും സൗദിയിലൊക്കെ വൈഫിനെ കൊണ്ടുപോയി. മെസ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സൗദിയിലൊരു ഹോട്ടലിൻ്റെ പുറത്ത് ഒരു 6 hours 7 hours വെയിറ്റ് ചെയ്ത്. അന്ന് കൊച്ചി 1.5 വയസ്സും കണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങളറിയാവുന്ന ഒരു ലെബനീസുകാരൻ ആള് ഞാനിങ്ങനെ ആരെ കാണിച്ച്, എന്തോ പുറത്തെ ആൾക്കാർക്ക് ഇന്ത്യക്കാരോട് ഇഷ്ടമില്ലാത്തോന്ന് തോന്നുന്നു, ആള് ഞങ്ങൾ കണ്ടപ്പോൾ പൊടാ എന്നുള്ള ലെവലിൽ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച്. അപ്പോൾ വൈഫ് പറഞ്ഞു, നമുക്കിങ്ങനെ നാണം കെട്ടിട്ട് നമ്മൾ പിന്നെയും പോകണോ, നമുക്കിത് വേണോ. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും മെസ്സിനെ കാണാൻ പോകുമ്പോൾ ഞാൻ എന്തായാലും ഓഫ് കോഴ്സ് വൈഫിനെയും കുട്ടീനെയും കൊണ്ട് ഉറപ്പായിട്ടും പോവുള്ളൂ. പിന്നെ ഇന്റർ മിയാമി ക്ലബ്ബ് എനിക്കൊരു ഡ്രീമാണ്. അത് നടക്കാണ്ട് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്റർ മിയാമി ക്ലബ്ബ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നീ പറയുകയാണെങ്കിൽ നമുക്ക് മാച്ച് ഡേയിൽ നിൻ്റെ കൊച്ചിനെ, ഇങ്ങനെ പ്ലേയേഴ്സ് കുട്ടികളെ കൊണ്ട് പോകൂലേ, അപ്പോൾ കൊച്ചിനെ കൊണ്ട് പിച്ചിൽ കറങ്ങുന്ന രീതിയിൽ ഒരു പരിപാടിയൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് അന്തളവക്ക് ഞാൻ പണിയെടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ എങ്ങനെ അന്താളിച്ച് ഓരോന്നും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതറിയില്ല, ഞാൻ ലൈഫിൽ ഒന്നിനോടും പ്രതീക്ഷ വെക്കുന്നില്ല. കാരണം പ്രതീക്ഷ വെക്കുന്തോറും അതൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള ചാൻസാണ് ഞാൻ ലൈഫിൽ പഠിച്ചേക്കണത്. പക്ഷേ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അടുത്ത വർഷം വരികയാണെങ്കിൽ. ഈ കമൻറ്റ് ചെയ്യുന്ന ദിവസം, മെസ്സി കമൻറ്റ് ചെയ്യുന്ന ദിവസം ആക്ച്വലി അത് വെളുപ്പാങ്കാലം 4 മണിക്കാണ്. ആ ഒരു കമൻറ്റ് ചെയ്തെന്ന് ഈ യാദിലാണ് തിരിച്ചറിയുന്നത്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ പിറ്റേ ദിവസമായിട്ടുണ്ടായി, അവിടെ മെസ്സിയുടെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അപ്പോൾ ഞാൻ മെസ്സി ബർത്ത്ഡേക്ക് ചില ഫാൻ പേജുകളിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെനിക്കറിയാം, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഞാൻ കൊളാബറേറ്റ് ചെയ്ത ഒരു പോസ്റ്റിൽ മെസ്സി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോസ്റ്റ് ഇട്ടു. ദെൻ എനിക്ക് മെസ്സിനായിട്ട് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു. ഇടുന്ന ടൈമിൽ വിചാരിച്ചിരുന്നു മെസ്സി വരുമെന്ന്? ഞാനൊരു സ്പാനിഷിലാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇപ്രാവശ്യം കിട്ടും. ഓരോ പ്രാവശ്യം ഫെയിൽ ആവണേക്ക് മുമ്പ് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു, ഹായ് ലിയോ, എൻ്റെ പേര് യാദിൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്.
നമ്മൾ ബാക്കിൽ കാണുന്ന മുറാല് ഞാൻ 2021 കോപ്പ അമേരിക്ക അടിച്ചപ്പോൾ ഉണ്ടാക്കിയാണ്, അതായത് പെയിൻറ്റിങ് ഉണ്ടാക്കിയാണ്. അതിനുശേഷം 2022 നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്റ്റാച്ചു വേൾഡ് കപ്പ് അടിച്ചപ്പോഴാണ് ഞാൻ സ്റ്റാച്ചു ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മെസ്സിക്ക് ലോകത്തിലത്തെ എല്ലാ സന്തോഷങ്ങളും നേരുന്നു. എന്നെങ്കിലും എൻ്റെ ഈ ഉണ്ടാക്കിയ മുറാലും സ്റ്റാച്ചു മെസ്സി കാണുമെന്ന പ്രതീക്ഷ. ഒരുപാട് സ്നേഹം. വിത്ത് ലവ് യാദിൽ ഫ്രം കേരള, ഇന്ത്യ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോസ്റ്റ് അതെങ്ങനെ സ്പാനിഷിൽ പറഞ്ഞു? ഓയോന്ന് ഇപ്പൊ പറയാൻ എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഫോണിലൊക്കെ കഷ്ടപ്പെട്ട് ഓരോ പ്രാവശ്യം നോക്കി അങ്ങനെ കാണാതെ പിടിച്ച് പറഞ്ഞാണല്ലേ. പിന്നല്ലാണ്ട് ഏതോ പാട്ടൊക്കെ അവിടത്തെ ഇത് അത് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയാത്ത കാര്യമാണ്. അതിപ്പോ ഞാനിപ്പോ വിഷയത്തിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ പറയാം. പാട്ടുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. അതായത് നമ്മൾ TV കാണുന്ന പോലെയല്ല സ്റ്റേഡിയത്തിലത്തെ പാട്ട് അർജന്റീന സി തേരെ ഡേഗോ ലേണൽ. ഇതിൻ്റെ അർത്ഥമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാസിസ്റ്റ് അല്ല കേട്ടോ, നാസിയുടെ അങ്ങനത്തെ നാട്ടിലാണ് വരുന്നത്. നമ്മൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലെയർ മർഡോണ സ്വർഗത്തിൽ നിന്നിട്ട് നമ്മുടെ കളി കാണുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മെസ്സിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അർജന്റീനയുടെ പ്ലേയേഴ്സിൻ്റെ കാലുകൾ ഒരിക്കലും തളരില്ല. കാരണം നമ്മൾ ക്രൗഡിൽ നിന്നിട്ട് നമ്മൾ അർജന്റീന അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി ചാൻഡ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സൗണ്ട് ഒരിക്കലും നിൽക്കില്ല. അങ്ങനത്തെ അർത്ഥമാണ് ഇത്. കേൾക്കണ പ്ലേയേഴ്സിന് ഉണ്ടാവുന്ന ഫീലിംഗ്, ഇമോഷൻ സർറിയലാണ്. ഇത് 2022 വേൾഡ് കപ്പ് കാണാൻ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇങ്ങനെ ചാൻഡിന് അർജന്റീന പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ഞാൻ മാത്രമല്ല ഇപ്പോൾ അർജന്റീന ഫാൻസ് ഖത്തറുണ്ട്, അവിടുത്തെ മലയാളികളടക്കം ഒരുപാട് പേര് ഈ ചാനലിരുന്ന് പഠിക്കുവാണ്. ഞങ്ങൾ വേൾഡ് കപ്പിന് മുമ്പ് ഒരുമിച്ച് കൂടാന്ന്. ഇത് സ്പാനിഷിൽ പഠിച്ചാൽ മാത്രമേ നമ്മളൊരു ഫാനായിട്ട് വെറുതെ പോയിട്ട് കളി കാണാൻ പോകണമല്ല, ഫാനായിട്ട് പോയിട്ട് നമ്മുടെ ടീമിന് വേണ്ടി സൗണ്ട് ഉണ്ടാക്കണം. സൂപ്പർ സൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് അവർക്ക് എനർജി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പോയിട്ട് മലയാളത്തിൽ പാട്ട് പഠിക്കുക അവർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ സ്പാനിഷ് പാട്ട് പഠിക്കുക, സ്റ്റാൻഡ് പഠിക്കുക, അവരൊപ്പം ചാൻഡ് ചെയ്യുക. എനിക്ക് ചാൻഡ് ചെയ്തതിന് അർജന്റീന 2-3 ക്ലബിൻ്റെ ജേഴ്സി ഉണ്ട്. ഇപ്പുറത്തിരിക്കുന്ന ആൾ ഇവൻ ഇന്ത്യക്കാരൻ്റെ അത്യാവശ്യമാണ് നമ്മുടെ പാട്ടൊക്കെ പറഞ്ഞത്. അതെ, ഞാൻ അങ്ങനെ തൊപ്പിയുന്നുണ്ട്. പിന്നെ അവരുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവരിങ്ങനെ പെയിന്റിങ് ആണെന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഫേർട്ട് ഇടുന്നുണ്ട് ബ്രോ. പോസ്റ്റിലേക്ക് തിരിച്ചു. അപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഇതേപോലെ സ്പാനിഷ് കാണാതെ പഠിച്ച് കഷ്ടപ്പെട്ട്, അത് ഭയങ്കര പാടാണ്. ഞാനൊക്കെ 3 വർഷം എടുക്കും അതൊക്കെ പഠിക്കാൻ. അത് പഠിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുള്ള മൊമെന്റ് ആക്ച്വലി അന്നത്തെ ദിവസം രാത്രി എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ റെസ്റ്റോറൻറ്റ് ചെറിയ ഇഷ്യൂ ആയിട്ട് ഞാൻ അതിൻ്റെ ഒരു പരിപാടിയിൽ ഇങ്ങനെ സ്പോർട്ട് ചെയ്തിട്ട് ആ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ ഒരു 3 മണി ആയപ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത്. ഉറങ്ങുന്ന സമയത്ത് വൈഫിൻ്റെ അടുത്ത് ചോദിച്ച് എന്താണ് അതിലിത്ര നേരം ഉറങ്ങിക്കൂടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മെസ്സി ആ ഫാൻ പേജിൽ കമൻറ്റ് ഇട്ടുണ്ടായി, എൻ്റെ പേജിൽ ഇട്ടില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും കമൻറ്റ് കിട്ടാൻ പോകില്ല. ഞാൻ ഇട്ട എഫേർട്ട് ഫുള്ള് വെറുതെയാണ്. സഹിക്കാൻ പബ്ലിക് അക്കൗണ്ട് അല്ലേ, അതായത് ഒരു ഫാൻ പേജ് അല്ലാണ്ട് എൻ്റെ പ്രൈവറ്റ് യാദിലും ഇക്ബാൽ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് അക്കൗണ്ടാണ്. ഈ ഇങ്ങനത്തെ അക്കൗണ്ടിൽ ഒരിക്കലും മെസ്സിനെ റൊണാൾഡോനെ പോലത്തെ ആൾ ഒരിക്കലും കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാനത് മനസ്സിലാക്കി. അതായത് ഓൾറെഡി ആയ അക്കൗണ്ടിൽ ഏത് ഫാൻ പേജിൽ പിന്നെയും കമൻറ്റ് വന്നു. എൻ്റെ അക്കൗണ്ടിൽ കമൻറ്റ് വേണ്ടപ്പോൾ ഇപ്പോൾ ഫാൻ പേജിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും എൻ്റെ അക്കൗണ്ടിലും കമൻറ്റ് ചെയ്യണം. കാരണം ഫാൻ പേജും എൻ്റെ അക്കൗണ്ടൊക്കെ അറിയാവുന്നത് കോമൺ ആയിട്ട് മെസ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഞാൻ അയച്ചു നോക്കുകയും ചെയ്തു. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും വരാൻ പോകുന്നില്ല, കാരണം എൻ്റെ അക്കൗണ്ട് പ്രൈവറ്റാണ്. ഡൺ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ കുറേ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ, നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ 2 പേരെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ കാരണം ഇവർ 2 പേരുമാണ്, ഒരാൾ മാത്രമല്ല. ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമില്ലാത്ത ആൾക്കാരിനെ കൂടിയിട്ടാണ്. അങ്ങനെ ഞാൻ കമൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കമൻറ്റ് നോക്കുമ്പോൾ കുറേ പേര് തുടങ്ങിയിട്ടുണ്ടാവും എൻ്റെ പഴയ പോലത്തെ സ്പാനിഷ് തള്ളും, ഒന്ന് നിർത്തി പോടാ, അങ്ങനത്തെ കുറേ ടൈപ്പ് കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. കാരണം അത്ര എഫേർട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ഇത് നേരെ ഞാനിങ്ങനെ ഭയങ്കര വിഷമം വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്തിട്ടൊരു സ്റ്റോറി ഇട്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ സാധാരണ ഫാനാണ്, എന്നെക്കൊണ്ട് മെസ്സേജ് അടുത്തൊന്നും റീച്ച് ആകാൻ കഴിയില്ല, ഞാൻ നിർത്തുകയാണ്, ഹേറ്റേഴ്സ് ജയിച്ചതുകൊണ്ട് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങി. 3 മണിക്ക് ഉറങ്ങി ഞാൻ 4:15 എൻ്റെ ഫോണിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. രാവിലെ 4:15 കേട്ടോ. അപ്പോൾ മിസ്റ്റർ ട്രോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ടാണ്. അവൻ വിളിച്ചോണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഉറങ്ങാൻ എന്താ പറ്റി നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആരാ കമൻറ്റ് ചെയ്തൊക്കെ നോക്കുന്നത്. ഞാനാണെങ്കിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ നിന്നിട്ട് കാരണം വെച്ചാൽ ഇപ്പോൾ മാഹിബ്രോ ഫസ്റ്റ് കമൻറ്റ് ഇടണമെങ്കിൽ മാഹിബ്രോയുടെ കമൻറ്റ് വരുള്ളൂ, പിന്നെയാണ് കമൻറ്റിന് ലൈക്ക് അനുസരിച്ച് മേപ്പോട്ട് വരാം.
മെസ്സിയുടെ കമന്റ് എനിക്ക് കാണാൻ പറ്റില്ല. ഇവനാണെങ്കിൽ പറഞ്ഞ് മെസ്സി കമന്റ് ഇട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചെന്ന്. എന്നിട്ട് ഞാൻ നോട്ടിഫിക്കേഷനിൽ പോയി നോക്കണം. നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റില്ല. എനിക്ക് പുതിയ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മെസ്സിയുടെ പ്രൊഫൈൽ എടുത്തിട്ട് കമന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന് വേണ്ട ആലോചിച്ചു. ഞാൻ പേടിച്ചില്ല. ഞാൻ പേടിച്ച് ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ എന്റെ മനസ്സിൽ കൂടെ ആ സമയത്ത് പോയ തോട്ടിലൊക്കെ എക്സ്ട്രീമാണ്. ഇനിയിപ്പോൾ അമ്മ മാത്രം കണ്ടിട്ടുണ്ടാവും, എനിക്ക് ചിലപ്പോൾ പുള്ളി ഡെലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ തോട്ടൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ മെസ്സിയുടെ പ്രൊഫൈൽ എടുത്തത് സി ഷെയ്ഡ് ആക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മളൊരാൾ ഇപ്പോൾ പ്രൊഫൈലിൽ നമുക്ക് ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കുന്ന ഫ്രണ്ട്സിനെ വേണമെങ്കിൽ അറിയാൻ കഴിയും കേട്ടോ. വേണമെങ്കിൽ അവരുടെ പ്രൊഫൈൽ പോയിട്ട് അവർ നമുക്ക് ലൈക്കോ കമന്റ് അടിക്കാറുണ്ടെങ്കിൽ സി ഷെയ്ഡ് ആക്ടിവിറ്റി പോയി നോക്കിയാൽ മതി. സി ഷെയ്ഡ് ആക്ടിവിറ്റി നമ്മുടെ ഇതിലാണ്. അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ട് അവനിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ സ്ഥിരം ലൈക്ക് അടിക്കൂലേ, അവനക്ക് ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് അടിക്കൂല. അപ്പോൾ പോയിട്ട് അവൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് സി ഷെയ്ഡ് ആക്ടിവിറ്റിയിൽ അവൻ നമുക്ക് ലൈക്ക് തരാണോ നോക്കിയാൽ മതി. ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മ്യൂച്വൽ പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ മെസ്സിയുടെ അക്കൗണ്ടിൽ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കമന്റ് ഇടപ്പുണ്ട് ഗ്രാസിയസ് യാദിൽ എന്നിട്ട്. ലൈക്ക് ചെയ്തിട്ടുണ്ടോ പോസ്റ്റിന്? ആര് മെസ്സി ലൈക്ക് ചെയ്തല്ലോ, കമന്റ് ആണ് ഇരിക്കുന്നത്. അങ്ങനെ കമന്റ് ഇടുമ്പോൾ എനിക്ക് കരച്ചിലാണ്. എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ കുറേ നേരം കരഞ്ഞ്. ഞാൻ വൈഫിനെ ഉറപ്പായിട്ടും നോക്ക് ആരുടെ കമന്റ് ചെയ്തൊക്കെ നോക്കാൻ. അപ്പോൾ എൻ്റെ ചെങ്ങനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുടെ വൈഫാണ്. വൈഫിന് ഉറക്കം പോയതിന്റെ കരച്ചിലാണോ അതോ ലയണൽ മെസ്സി കമന്റ് ചെയ്തതിന്റെ കരച്ചിലായിരുന്നു? വൈഫിന് ഉറക്കം പോയ വൈഫ് കരയാറില്ല, കാരണം അത്രയും ഉറക്കം കളഞ്ഞാണ്. അതെ അതെ. അപ്പോൾ വൈഫ് സ്നേഹം കൊണ്ട് കാര്യമാണ്. അപ്പോൾ വൈഫ് മൈ ലവ് യു. അപ്പോൾ വൈഫ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. രാവിലെ 4:30 ഞാൻ 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത്. ഉപ്പാനെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. ഉമ്മച്ചി കരച്ചിലായി, വാപ്പ കരച്ചിലായി. വാപ്പാക്ക് ഇൻസ്റ്റാഗ്രാമില്ല, ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ ഉമ്മാക്ക് അറിയാവുന്നതാണ് എനിക്ക് ഇങ്ങനെ കുറച്ച്. ഇപ്പോഴും വാപ്പാക്കൊന്നും വീട്ടിലൊന്നും അറിയില്ലാന്നാണ്. എനിക്ക് കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാമെന്നുള്ളത് അറിയില്ലാന്നാണ്. അങ്ങനെ ഉമ്മയും വാപ്പയും ഞങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണലാണ്. ഇപ്പോൾ 2021 കോപ്പ അമേരിക്ക അടിക്കാൻ വേണ്ടി എൻ്റെ വല്യമ്മ 90 വയസ്സായി. വല്യമോൻ എന്ത് ഓർക്കലാണ് എൻ്റെ മോൻ ആഗ്രഹിക്കുന്നത് ചെയ്യിക്കുന്നത്. ബ്രോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വൈറാലിറ്റി വരെയാണ്. എൻ്റെ വാപ്പയും ലൈക്ക് ഇവരൊക്കെ നോക്കുമ്പോൾ വാട്സപ്പിലൊക്കെ ഞാനാണ് സ്റ്റാറ്റസ് ആ സമയത്ത്. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ച എന്തോ സംഭവം. അങ്ങനെ കമൻറ്റ് വന്ന്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ഫുള്ള് ഞാൻ എല്ലാവരും വിളിച്ചില്ല. ആ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങാന്ന്. പക്ഷേ കുറച്ച് പേര് ആ മൊമെൻറ്റ്സൊക്കെ മിസ്സായി. പിന്നെ ഞാൻ കുറേ ഇപ്പോൾ എൻ്റെ ജേണി ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മാഡ്ലേമി എൻ്റെ അറിയാലോ, അവൻ വ്ളോഗർ. അവൻ നേരെ വീട്ടിൽ നിന്ന് രാത്രി 4:30 എണീച്ച് വന്ന് എന്നിട്ട് വീഡിയോ എടുത്ത്. പിന്നെ ഞങ്ങൾ കുറേ നേരം എല്ലാവരും ഒരു ഭയങ്കര ഇമോഷണൽ മൂവ്മെൻറ്റിലാണ്. ഞങ്ങൾക്കൊന്നും വിശ്വസിക്കും, ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ആരാ മെസ്സി കൂട്ടുകാരാ. ഞാൻ ലൈക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ പുള്ളി ഗ്രാസിയസ് യാദില്ല കമന്റ് ഇട്ടു. അതൊരു സീൻ. ഒരു കാര്യം പറയട്ടെ, ഓണത്തിന് മെസ്സി ഇപ്പം നാട്ടിലെത്താണ്, നമ്മുടെ കേരളത്തിലെത്താണ്. മെസ്സി നമ്മുടെ കേരളത്തിലെത്താണ് ഓണത്തിന്. മെസ്സിയെ കൊണ്ട് കറങ്ങാനുള്ള അവസരം, മെസ്സിയെ ഗൈഡ് ചെയ്യാനുള്ള അവസരം യാതിനാണ് കിട്ടുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു സമയം ചെയ്യുന്ന? ഒറ്റ ദിവസമേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് നമ്മുടെ ആളിനെ അവിടെ കൊണ്ട് കാണിക്കുന്നിട്ട് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യും. പിന്നെ ഫോട്ടോ എടുക്കാൻ ട്രെയിൻ്റെ കൂടെ ഉണ്ടല്ലോ, വ്ളോഗ് തന്നെ ചെയ്തു പോവാം. അപ്പോൾ ഒറ്റ ദിവസം കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിന്റെ അത്ര വലിയ സ്റ്റേഡിയം ഇല്ല, ഒരു സ്റ്റേഡിയം എടുത്തിട്ട് എന്റെ പോലത്തെ കുറെ പ്രാന്തന്മാരുണ്ട്, അവന്മാരൊക്കെ ഫ്രീ ആയിട്ട് വിളിച്ചിട്ട് മെസ്സിനെ കൊണ്ട് നിർത്തിയിട്ട് അവരെല്ലാവരെയും കാണിച്ചു കൊടുക്കും. മറ്റേ പറയണ പോലെ അശോക്, മറ്റേ സൈനത്ത, അതേ ഞങ്ങളുടെ അശോകേട്ടൻ, അതേപോലെ മെസ്സി. സീരിയസ്ലി നല്ലൊരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ, ഞാനിത് പറയുന്നത് സീരിയസ് ആയിട്ടാണ്. ഓൾറെഡി മുംബൈ, ഡൽഹി, ഹൈദരാബാദ്, ഞാൻ ഇതിൻ്റെ പിന്നെ നടക്കണോണ്ട് പറയുന്നത്. സീരിയസ് ഒരു 50 CR അടക്കാനുള്ള ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ മെസ്സിന് ഒരു 3-4 ദിവസത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. 50 കോടി ഉണ്ടെങ്കിൽ മെസ്സി ടീം മെസ്സി കേട്ടോ, അർജന്റീനയല്ല, കോൺട്ര ബേസ് ഞാൻ എടുക്കുന്നില്ല, അർജന്റീന അല്ലാണ്ട് ടീം മെസ്സിന. അതായത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു തമിഴ്നാട്, കർണാടകം, ഹൈദരാബാദ്, കേരളം വിചാരിച്ചാൽ 4 സ്റ്റേറ്റ് വിചാരിച്ചാൽ 12.5 കോടി വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം മുംബൈ കൊണ്ടുവന്നാൽ ഈസി ആയിട്ട് കേരളത്തിൽ. മുംബൈയിൽ കൊണ്ടുവന്ന് ഭയങ്കര അട്ടർ ഫെയിലിയർ ആയില്ലേ ആ സംഭവം? കൊൽക്കട്ടയിൽ കൊണ്ടുവന്ന് ഫെയിലിയറായി. മുംബൈയിലും ഹൈദരാബാദും തെലങ്കാനയിലും കൊണ്ടുവന്നത് ഹ്യൂജ് സക്സസ് ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു, അവർക്കൊക്കെ അടുത്ത് കാണാൻ പറ്റി. പിന്നെ അവിടുത്തെ കോർഡിനേഷൻ നല്ലതാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യണം. മെസ്സി വന്നു വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ഡാസ് കൊടുക്കരുത്. ശരിക്കും ഫാൻസിന് കാണാവുന്ന ലെവലിൽ മെസ്സിനെ കൊണ്ടുവരാന്ന് വെച്ചാൽ അത് ഈസിയാണ്. കാരണം മെസ്സിക്കും ഇഷ്ടമാണ്, അവരുടെ ടീമിനും ഇഷ്ടമാണ് കേരളത്തിൽ വരാനും. കേരളത്തിലത്തെ ഇപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട് കേരളത്തിൽ ഇഷ്ടം പോലെ വീഡിയോസ്, എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ആർട്ട് ചെയ്യുന്ന വീഡിയോസ്. ഇപ്പം നമ്മുടെ ജിയോ മച്ചാൻ മെസ്സിക്ക് വേണ്ടിയിട്ട് വലിയൊരു ആർട്ട് ചെയ്തായിരുന്നു.
അപ്പോൾ ഇതൊക്കെ മെസ്സി കാണുന്നുണ്ട്, അവരുടെ ടീം കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ല. ഇത്രയും വലിയ പ്രൊഫൈലും ചിലപ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ കാണുന്നത്, നമ്മുടെ സ്നേഹം കാണുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസ്. ഇപ്പോൾ അർജന്റീന തോക്കുമ്പോൾ ഒരുപാട് കരയും, അർജന്റീന ജയിക്കുമ്പോൾ സെലിബ്രേഷൻ ചെയ്യുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. ഉറപ്പായിട്ട് ഇൻസ്റ്റാഗ്രാമിന്, സോഷ്യൽ മീഡിയക്ക് അങ്ങനത്തെ ഒരു പവർ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമുണ്ടാവും നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ മെസ്സിയുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത്, ടീം മെസ്സിക്ക് ഇത്രയും ഒരു പേയ്മെൻറ്റ് ഉണ്ട്. വേണമെങ്കിൽ നല്ല നാട്ടിൽ നല്ല ബ്രാൻഡ്സ് ഉണ്ടെങ്കിലും മെസ്സിനായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ത്രൂ ഒരു ടീം, ഞാൻ ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, അവർ ഓൾറെഡി മെസ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിനക്ക് മെസ്സിയായിട്ട് ക്ലോസ് ആയിട്ടുള്ള ടീമിനെ പരിചയമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരിചയമുണ്ട്. എന്നിട്ട് അവരുടെ മെയിൽ ഐ ഡിയും പരിപാടിയൊക്കെ കൊടുത്തു. അതേപോലെ ആക്സബിളാണ്, ഒരിക്കലും ആക്സബിൾ അല്ലാത്ത പരിപാടിയില്ല. പക്ഷേ അർജന്റീനെ കൊണ്ടുവന്ന് കളിപ്പിക്കണമെങ്കിൽ ഫിഫയുടെ അപ്രൂവലും ഫിഫയുടെ വിൻഡോ ഒക്കെ അങ്ങനത്തെ കുറച്ച് കോൺട്രവേഴ്സസ് ഉണ്ട്. പിന്നെ ഫിഫ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയവും നമ്മുടെ നാട്ടിലില്ല. അതൊരു പ്രശ്നമാണ്. അതായത് VIP എൻട്രൻസും ഇപ്പോൾ ഖത്തറിലോ ദുബായിലൊക്കെ ഉള്ള പോലത്തെ ഒരു അവരുടെ ഒരു സെക്യൂരിറ്റിനെ എഫക്റ്റ് ചെയ്യണ പോലത്തെ സ്റ്റേഡിയത്തിൽ അവർ കളിക്കാൻ ചാൻസ് കുറവാണ്. മനസ്സിലായി. ഇന്ത്യക്ക് എന്തെങ്കിലും ഫിഫ വേൾഡ് കപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ആരായിരിക്കും സപ്പോർട്ട് ചെയ്യുക? അതിൽ എനിക്ക് അർജന്റീന ഭയങ്കര ഇഷ്ടമാണ്, അർജന്റീന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും എൻ്റെ രാജ്യം ഫുട്ബോൾ വന്നാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും അത് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. സൂപ്പർ, ഒരു രക്ഷയില്ല. ഇനി 1.7 മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. ഫേസ്ബുക്കിൽ എത്ര ഉണ്ട്? ഫേസ്ബുക്ക് എനിക്കറിയില്ല. യൂട്യൂബും അങ്ങനെ യൂട്യൂബിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമാണ് എല്ലാം. മെസ്സിക്ക് വേണ്ടിയിട്ടാണോ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ്? അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ഇപ്പം നോക്കണേ മെസ്സിനെ വൈറലാവണേക്ക് മുമ്പ് ഞാൻ മെസ്സിയുടെ പോസ്റ്റും നെയ്മറിന്റെ പോസ്റ്റും സുവാരസിന്റെ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. ക്രിസ്ത്യാനോയുടെ ഒന്നും ചെയ്തിട്ടില്ല. ക്രിസ്ത്യാനോ നമ്മുടെ റൈവലാണ്. പക്ഷെ ഞാൻ ക്രിസ്ത്യാനോ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ക്രിസ്ത്യാനോ കാണാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും അവസരം കിട്ടിയാൽ കാണാൻ പോകും 150%. ഒപ്പം ഞാൻ എന്തായാലും എൻ്റെ ക്രിസ്ത്യാനോ ഫാൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ എന്തായാലും ഉറപ്പായിട്ടും കൊണ്ടുപോകും. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്, മെസ്സിനെ കാണണമെങ്കിൽ US വിസ പരിപാടിയൊക്കെ വേണം. പക്ഷേ ഇപ്പോൾ ഞാൻ പേര് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ വളരെ അടുത്തുള്ള ക്രിസ്ത്യാനോ ഫാൻസ് ഇപ്പോൾ ഡോക്ടർ ക്രോമെൻ്റലുണ്ട്, പിന്നെ അതേപോലെ തന്നെ അലൻ, നമ്മുടെ വാഴയിലത്തെ അലൻ ഞാൻ തമ്മിൽ കോൺടാക്ട് ഉണ്ട്. അപ്പോൾ അലൻ ഭയങ്കര ക്രിസ്ത്യാനോ ഫാനാണ്. അപ്പോൾ ഇൻ കേസ് സൗദിയിൽ ഇപ്പോൾ ഉംറ വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ കളി കാണാൻ കഴിയും. മാക്സിമം ഒരു ഇപ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനോ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മൈറ്റ് ബി റൊണാൾഡോയുടെ മെസ്സിയുടെയും ലാസ്റ്റ് സീസൺസ് അയക്കാം. ഇത് അവർ ചിലപ്പോൾ മാക്സിമം 1, 2, 3 സീസൺ കൂടി കളിക്കണ്ടാവുള്ളൂ. റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വിസ എടുക്കുക, സൗദി പോവുക, കളി കാണുക. കാരണം മെസ്സിയുടെ പോലെയല്ല, റൊണാൾഡോ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് സൗദിയിലുണ്ട്. അപ്പോൾ അത് ആക്സബിളാണ്, ആ കളി കാണാൻ ആക്സബിളാണ്. ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഐഡലിനെ പോയി കാണാം. നാളെ നമ്മൾ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവരെ കാണുന്ന ആഗ്രഹിച്ച് ഞാൻ ചിലപ്പോൾ കാണാൻ കഴിയില്ല, അവർ റിട്ടയർ ചെയ്യും. അതിക്ക് മുമ്പ് റൊണാൾഡോ ഫാൻസ് ഉണ്ടെങ്കിൽ പോയി കാണാം. മെസ്സിനെ കാണാൻ വെച്ചാൽ എളുപ്പമല്ല, കാരണം US വിസ കിട്ടാൻ ഭയങ്കര ടഫാണ്. മെസ്സിയെക്കാളും കുറച്ചും കൂടെ സിമ്പിളായിരിക്കും, അല്ല മീൻസ് എളുപ്പമാണ്, കാരണം ഇത്രയും അടുത്ത് നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ സൗദിയിലായതുകൊണ്ട് റൊണാൾഡോനെ കാണാൻ കുറച്ചും കൂടെ ആക്സബിളാണ്. ഈ അമേരിക്കൻ വിസ കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര ടഫാണ് പോകും. നമ്മൾ അത്രയും കഷ്ടപ്പെടണം അമേരിക്കൻ വിസ ഒപ്പിച്ച്. അതിന് പിന്നിൽ വേറെ കഥയുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ് കഥ. വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ അമേരിക്കൻ വിസ കിട്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, സൗദി പോയിട്ട് ഇന്റർ മിയാമിയും അൽ നാസറും കളി ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വേണ്ട, നമ്മുടെ ലബനംകാരൻ തട്ടി വിട്ടപ്പോൾ നമ്മൾ ഇനി നിർത്താനുള്ള മൂഡിൽ ഞാൻ നിർത്തി. ഇനി മെസ്സിനെ കാണാൻ കൊണ്ട് പറ്റില്ല, ഞാൻ സാധാരണക്കാരൻ മനസ്സിലാക്കിയിട്ട് ഞാൻ നിർത്തിയ മൂവ്മെൻറ്റിൽ എനിക്കൊരു മെസ്സേജ് വരികയാണ്, ഹായ് ഹൗ ആർ യു. ഞാൻ പറഞ്ഞു ഐ ആം ഫൈൻ, ഹൗ ആർ യു, അസ്സലാമു അലൈക്കും. ഇത് അയച്ചത് മെസ്സിയുടെ ബോഡി ഗാർഡായിരുന്നു. അപ്പോൾ മെസ്സിയുടെ ബോഡി ഗാർഡ് അയച്ചപ്പോൾ തന്നെ ഞാൻ പുള്ളിക്കാരനെ വീഡിയോ കോൾ ചെയ്തിട്ട് ബോഡി ഗാർഡിന് ഞാൻ സ്റ്റാച്ചുവും മുറാലും കാണിച്ചു കൊടുത്തു. എനിക്ക് എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് ഉറപ്പ് വരുത്തണം ഈ കേരളത്തിൽ ഉണ്ടാക്കിയ സ്റ്റാച്ചു മുറാലും മെസ്സി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പെയിൻറ്റിങ് മെസ്സി കണ്ടിട്ടുള്ള സാധനം മാത്രമാണ് ഞാൻ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആവും. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്ത് ഇത് കാണിക്കാൻ പറ്റും. പുള്ളി അതിന് മാത്രം റിപ്ലൈ അയക്കണില്ല. അങ്ങനെ പുള്ളിക്ക് ഒരു പുതിയ ടീഷർട്ട് ബ്രാൻഡ് ഉണ്ടായിരുന്നു. പുള്ളി അതിന് ടീഷർട്ടൊക്കെ ഇങ്ങനെ നാട്ടിലേക്ക് US അയച്ചു തന്ന് ഞാൻ അതിൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നു, ഭയങ്കര മില്യൻസ് മേടിക്കുന്നു. പുള്ളി ഹാപ്പിയായി. അങ്ങനെ ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ഈ പോസ്റ്റ് കാണിക്കുന്നുണ്ട്, എനിക്ക് കളി കാണുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, വിസ എടുത്തിട്ട് പോയോ, ഞാൻ നിനക്ക് മെസ്സി സൈൻ ചെയ്ത ജേഴ്സിയും അതേപോലെ തന്നെ മാച്ച് ടിക്കറ്റ് തന്നാൽ. അങ്ങനെ ഞാൻ US വിസ എടുക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കണം. ഞാൻ, വൈഫ്, കുട്ടി തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, വിയറ്റ്നാമിലൊക്കെ ടൂറ് പോയി ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ട് US വിസക്ക് അപ്ലൈ ചെയ്ത്. US വിസ ഇൻ്റർവ്യൂ പോയവർക്കറിയാം അവർക്ക് ഫോൺ കേട്ടില്ല. അപ്പോൾ അത് ചോദിച്ചാൽ എന്താണ് ട്രാവൽ പർപ്പസ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സിയുടെ കളി കാണാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്,
അപ്പോൾ എനിക്ക് കളി കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിനക്കൊരു ഇൻവിറ്റേഷൻ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് മെസ്സിയുടെ ബോഡി ഗാർഡ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ആളുടെ മെസ്സേജ് എൻ്റെ വാള്. അപ്പോൾ ആൾ ഈ ഇൻ്റർവ്യൂ ചോദിച്ച് നീ ഈ വാള് നീ ഉണ്ടാക്കിയെന്ന് വെച്ച്, അതായത് നമ്മുടെ വാളും പെയിൻറ്റിങ് നീ ഉണ്ടാക്കിയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു അതേ തന്നെ. അപ്പോൾ അവർ പാസ്പോർട്ട് എടുത്തിട്ട് വെൽക്കം ടു അമേരിക്ക പറഞ്ഞിട്ട് ബ്രോ ഈ സാധനം അത് എക്സ്പീരിയൻസ് ചെയ്ത സാധനമല്ലേ. ഞാൻ വൈഫ് കുട്ടി ബ്രോ ഇഷ്ടം പോലെ ആൾക്കാരുടെ US വിസ റിജക്റ്റ് ആവും. അതായത് മൾട്ടി മില്യണേഴ്സിൻ്റെ US വിസ എനിക്കറിയാവുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ വിസ ഞാൻ വിട്ട ആൾക്കാരെ റിജക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയൊരു ക്രിയേറ്റേഴ്സ് മലയാളത്തിൽ നമ്മൾ ക്രിയേറ്റേഴ്സിന് അറിയണമെങ്കിൽ നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് US വിസക്ക് അപ്ലൈ ചെയ്യണം. US വിസക്ക് അപ്ലൈ ചെയ്തിട്ട് US വിസ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ കിട്ടും. അത് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് US വിസ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നേരെ ഇന്ന് തന്നെ US വിസ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. US വിസ എടുത്താൽ അത്ര ഉപകാരങ്ങളുണ്ട്. ഇല്ല പൈസ ക്രിയേറ്റേഴ്സിന് കിട്ടാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. കുറച്ച് ഇംഗ്ലീഷ് അറിയണം. ചിലപ്പോ പറയാൻ പറ്റില്ല, ഇതിന്റെ ഇടയിൽ ഓരോ ഇതുപോലെ ഇരിക്കും അല്ലേ. ഇല്ല ഞാൻ വിട്ട ക്രിയേറ്റേഴ്സിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പൊ പേര് പറയാൻ പറ്റുന്നില്ല, കേരള ഇവരൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്തു US വിസ പോയി എടുക്കാൻ പറഞ്ഞ് അവർക്കൊക്കെ കിട്ടി. എനിക്ക് ഭയങ്കര ആഗ്രഹം. എൻ്റെ ഫ്രണ്ട് വിളിച്ചോണ്ടിരിക്കുക അവിടെ ഗൂഗിൾ ഓഫീസ് കാണാൻ വേണ്ടി. ധൈര്യമായിട്ട് മായും ബ്രോ പോയിട്ട് വിസക്ക് അപ്ലൈ ചെയ്യുക. വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പറയാം ഞാനൊരു ക്രിയേറ്ററാണ്, ഞാൻ ഇത്ര രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്, ഞാൻ എന്നിട്ട് എൻ്റെ ഫീൽഡിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്യാറുണ്ട്, എനിക്ക് അമേരിക്കയിലും പോകണം, അതെൻ്റെ നാട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എൻ്റെ നാടിനെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ സ്ഥലം കിട്ടും. ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് നോക്കുമ്പോൾ മെസ്സിക്ക് വേണ്ടിയിട്ട് എത്ര കാശ് ചിലവാക്കിയിട്ടുണ്ട്? പൈസ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ 2022 വേൾഡ് കപ്പ് ദാറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഞാൻ ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപ എടുത്ത് ചിലവാക്കിയിട്ടുണ്ട്. ഫൈനലിൻ്റെ ടിക്കറ്റിന് 75,000 റുപ്യായിരുന്നു. ഞാൻ 1.25 ലക്ഷം രൂപക്കാണ് ബ്ലാക്കിന് എടുത്തത്. സെമി ഫൈനൽ ടിക്കറ്റിന് എന്തോ 60,000 രൂപ കണ്ടായിരുന്നു. അത് ഞാൻ 2 ടിക്കറ്റ് എടുത്തത്. അത് എൻ്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കുന്നതാണ്. അത് 3 ലക്ഷം റുപ്യയായി. ഞാൻ ബാൽക്കണി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ബ്ലാക്കിന്, രാജമാണിക്യം 125-ന്റെ 300 കേക്ക്. +2 പഠിക്കുന്ന സമയത്ത് ഞാനും ഫ്രണ്ടും കൂടെ 100 രൂപക്ക് ടിക്കറ്റ് പൈസ മോളിൽ നിന്ന് പൈസ ഇല്ലാത്ത സമയത്ത് ഞാനും ഫ്രണ്ടും കൂടെ 50 രൂപക്ക് താഴത്ത് നിന്ന് സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെ ലൈഫിൽ ഇതേപോലത്തെ ഫേസ് ഉണ്ട്. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റി, മന്തിക്കട നടത്തിയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റി. അപ്പോഴാണ് ഞാൻ ഈ ലക്ഷ്യത്തിലേക്ക് എന്താണ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രീംസ് ഞാൻ അച്ചീവ് ചെയ്യുന്നത്. പൈസ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കൂട്ടുകാരാ. പിന്നെ എനിക്കെതിരെ കേൾക്കുന്ന ഏറ്റവും വലിയ അപവാദമാണ് ഞാൻ മെസ്സിനെ വിറ്റ് പൈസ ഉണ്ടാക്കി എന്നുള്ളത്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് മെസ്സിനെ പേരിൽ ഞാൻ അറിയപ്പെടുന്ന സമയത്ത് എനിക്ക് 3 മന്തിക്കട ഉണ്ടായി. ആ ഫെയിം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത്. എനിക്ക് ഇപ്പോഴും ഒരു യൂട്യൂബ് ചാനലില്ല, യൂട്യൂബിൽ നിന്ന് റവന്യൂ ഇല്ല. ഇനി എൻ്റെ ഹേറ്റേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് കാര്യം വേണം പറയാം. മെസ്സിയുടെ കമൻറ്റ് വന്നതിന് ശേഷം എനിക്ക് വരുന്ന കൊളാപ്സ്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കൊളാപ്സൊക്കെ ഡാം ഹൈ ആണ് വരുന്ന. ഞാനിപ്പോൾ ChatGPT അസോസിയേറ്റ് ചെയ്തത്, ഓപ്പോ കേരളനായിട്ട് അസോസിയേറ്റ് ചെയ്തത്. കമൻറ്റ് വന്നതിന് ശേഷം എനിക്ക് വരുന്ന ഇൻസ്റ്റാഗ്രാം കൊളാബറേറ്റഡ് റീൽസ് ഈസ് വെരി ഹൈ. അതിക്ക് മുമ്പ് ഞാൻ സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് വരുന്ന സംഭവങ്ങൾ കമൻറ്റ് വന്നതിന് ശേഷം ഇപ്പം ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് കാലം ഞാൻ കേട്ട പരിപാടിയാണ്. അല്ല, ഇത് മെസ്സിക്ക് വേണ്ടിയിട്ട് ചെലവാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെലവ് ഭയങ്കര ഇതായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. ഞാനിപ്പോൾ ഇതൊരു ഹെയ്റ്റിലാണ്, ഇതൊരു ഞാൻ പുണ്യാളായിട്ട് കാണുന്നത്. എൻ്റെ ഗ്രൂപ്പുകളുണ്ടായിരുന്ന ആൾക്കാർക്ക് തന്നെ അറിയാൻ പറ്റും. ഞാൻ ടോക്സിക്കായിരുന്നു. ഒരു ടൈമിൽ റൊണാൾഡോ ഫാൻസ് മെസ്സിനെ ചീത്ത പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചീത്ത പറയുന്ന, തെറി വിളിക്കുന്ന ഒരു ഫാനായിരുന്നു ഞാൻ. ആ ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്കാരാണ് ചെയ്യുന്നത്, അങ്ങനെയൊന്നുമല്ല, റൊണാൾഡോക്കാരും ചെയ്യുന്നുണ്ട്. അതിനൊരു സംഭവം വെച്ചാലേ നമുക്കെപ്പോഴും ഇപ്പോൾ മാഹിം ബ്രോക്ക് ആണെങ്കിൽ മാഹിം ബ്രോ ഇഷ്ടപ്പെടുന്ന ആൾ, ഇപ്പോൾ മമ്മൂക്ക മോഹൻലാൽ ആണെങ്കിൽ ഞാൻ മമ്മൂക്ക ഫാനാണ്. ഓഫ് കോഴ്സ് മമ്മൂക്ക ടോപ്പിൽ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ ലാൽട്ടൻ ഫാന് മലയാള ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ലാൽട്ടൻ ടോപ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹം. അതേപോലെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മെസ്സി ഫാൻസിന് മെസ്സി ടോപ്പിൽ നിൽക്കണം, റൊണാൾഡോ ഫാൻസിന് റൊണാൾഡോ ടോപ്പിൽ നിൽക്കണം തന്നെയാണ് ആഗ്രഹം. അത് എത്ര നന്മ കളിച്ചാലും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം അതാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ഫൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു 2016 കാണാൻ റൊണാൾഡോ യൂറോ കപ്പ് അടിച്ച്. അപ്പോഴും ഒരു സൈഡിൽ മെസ്സി ഫൈനലെത്തും തോക്കും. ഏറ്റവും വലിയ വിഷമം ഫൈനലെത്തി തോക്കാനുള്ളതാണ്. അപ്പോൾ ഈ 2026 വേൾഡ് കപ്പിൽ അർജൻറ്റീന സ്പെയിനായിട്ട് ഫൈനൽ തോറ്റ്. അപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു വിഷമമില്ലായിരുന്നു. വിഷമമുണ്ട്, പക്ഷേ കരയാറൊന്നും പോകല്ല. കാരണം ഞങ്ങൾ കണ്ടാണ് 2014 തോറ്റ്, 15 തോറ്റ്, 16 തോറ്റ്, ഇഷ്ടം പോലെ ഫൈനൽ തോറ്റ് കണ്ട്. കപ്പില്ല സമയത്ത് ഫൈനൽ തോക്കാന്ന് വെച്ചാൽ അത് പെയിൻഫുള്ളാണ്. ഇപ്പം ഞാൻ കപ്പുണ്ട്. മീൻസ് 2 ഫൈനലിസ്റ്റ് മേടിച്ച്, ഒരു ഫൈനലിസ്റ്റ് മേടിച്ച്, 2 കോപ്പ അമേരിക്ക അടിച്ച്, ഒരു വേൾഡ് കപ്പ് അടിച്ച് കഴിഞ്ഞ 5 വർഷത്തിൽ.
അപ്പോൾ ഇത്രയും കപ്പടിച്ച് കണ്ട ആൾക്കാർക്ക് ഇനി എന്ത് ഫൈനൽ തോറ്റ് എന്ത് പ്രശ്നം, ശരിക്കും കപ്പില്ലാണെങ്കിൽ ഈ ഫൈനൽ തോറ്റാലും ഭയങ്കര വിഷമമുണ്ട്. വിഷമമുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ വിഷമത്തിൻ്റെ എക്സ്ട്രീം അർജന്റീന ഫാൻസിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിച്ച ആൾക്കാരുമാണ്, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ആളാണ്. നമ്മുടെ ഫേവറേറ്റ് പ്ലെയർ വേൾഡ് പഠിക്കാനുള്ളതിനേക്കാൾ വലിയ സന്തോഷം ഫുട്ബോളില്ല. അത് കണ്ട ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാ ഈ 2026 സ്പെയിനിൽ തോറ്റ വേൾഡ് കപ്പ് അത് കാണിച്ച് കരയിപ്പിക്കാൻ നോക്കരുത്, കരയില്ല ഞങ്ങൾ. ശരിക്കും ഈ ഫിഫ വേൾഡ് കപ്പ് ഈ ഇത്തവണ നടന്നപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മെസ്സിയെ ഫേവർ ചെയ്തിട്ടാണ് ഫിഫ കൊണ്ടുപോകുന്നത്. മെസ്സിക്ക് അതായത് ഈ ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ഫൈനൽ വരെ എത്തിയാലേ ഫിഫയ്ക്ക് പൈസ കിട്ടുള്ളൂ, റഫറി പൈസ തിരിച്ചങ്ങോട്ട് കേട്ടാ. ഇപ്പോൾ ഒരാൾ ഫേവർ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ പെനാൽറ്റി റിവാർഡ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അയാളെ ഫേവർ ചെയ്യുക, അതല്ലേ റൈറ്റ്? എങ്കിൽ 2022 വേൾഡ് കപ്പിൽ ഫൈനലിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി കിട്ടിയ ടീം ഏതാ? 2022 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഫൈനലിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി കിട്ടിയ ടീം ഏതാ? എനിക്കറിയില്ല. അർജന്റീന ഫ്രാൻസ് പറഞ്ഞ് ഫൈനൽ ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ പെനാൽറ്റി കിട്ടിയ ടീം ഏതാ? അർജന്റീന ഫ്രാൻസ് ആണ് ഫ്രാൻസിനാണ് ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിച്ചത് എംബാപ്പയാണ്. അപ്പൊ മെസ്സിക്കാണോ ഫേവർ ചെയ്തത് ഫിഫ? അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ ഫ്രാൻസിനാണോ ഫേവർ ചെയ്തതെന്ന് നമ്മൾ തോന്നിപ്പോവും. ഇപ്പൊ അർജന്റീന മെസ്സിനെയും ഫിഫ ഫേവർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. 2004 കാണുന്നതാണ് ഇന്ത്യ ഓസ്ട്രേലിയനായിട്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഫൈനൽ കളിക്കുന്നു. ഇന്ത്യനെ ഭയങ്കര നാണം കെടുത്തിട്ട് ഓസ്ട്രേലിയ ജയിക്കുന്നു. 2003 അത് കഴിഞ്ഞിട്ട് നല്ലൊരു വർഷം ഞാൻ വിശ്വസിച്ചിരുന്നത് പോണ്ടിങ് ബാറ്റിൽ സ്പ്രിങ് വെച്ചതാണ്. ഒരു 5-6 വർഷം വരെ നമ്മൾക്ക് ഒരുപാട് ഒരു പോണ്ടിങ്ങിൻ്റെ ബാറ്റിൽ സ്പ്രിങ് ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു മിത്താണ് അർജന്റീനക്ക് വേണ്ടിയിട്ട് ഫിഫ തോക്കുന്നവർക്ക് ഒരു റീസൺ വേണ്ട ബ്രോ. അതായത് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനൊരു റീസൺ വേണ്ട. അതേപോലെ തന്നെ കളിക്കാണ്ട് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ബെസ്റ്റ് മൂമെൻറ്റ്സ് ആണ് ഉണ്ട്. അതായത് മെസ്സി ആ ടീമിനെ ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നത്, ടി വി കാണിക്കാത്ത പല മൂമെൻറ്റ്സും ഒരു ഫാനായിട്ട് സ്റ്റേഡിയത്തിൽ നമുക്ക് ഇരിക്കുമ്പോൾ കാണാൻ കഴിയും. എങ്ങനെ ഒരു പ്രഷറിനെ അതിജീവിക്കുന്നത്, അവരുടെ മെൻറ്റാലിറ്റി. ഇത് ബ്ലഡാണ് ബ്രോ, ഇതൊരു വാറാണ്. 90% അർജന്റീന ഫാൻസ് ഇരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് അവർ കളി കാണുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ ചാൻഡ് പറഞ്ഞ പോലെ തന്നെ അവരുടെ ചാൻഡിൻ്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് മർഡോണ കാണാണ്. പിന്നെ മാൽവിനാസിൻ്റെ തീരത്ത് നിന്ന് അമ്മ പറഞ്ഞു. മാൽവിനാസ് എന്ന് വെച്ചാൽ അർജന്റീനയുടെ ഒരുപാട് രക്തസാക്ഷികളുള്ള സ്ഥലമാണ്. ഇംഗ്ലണ്ട് വന്നിട്ട് അർജന്റീന കോൺഗ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്ത് നിന്ന് നമ്മൾ വരുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പേര് രക്തം ചിന്തിയിട്ടുണ്ട്, നമ്മൾ തോക്കൂല, ഇങ്ങനത്തെയൊക്കെയാണ് അവരുടെ ചാൻഡിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും പേര് ചാൻഡ് ചെയ്യുമ്പോഴാണ് അവർ പ്ലേയേഴ്സ് അത്രയും മോട്ടിവേറ്റഡ് ആവുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണ്? അപ്പോൾ സീരിയസ്ലി ഇതിൻ്റെ പിന്നിലൊരു ടീം ഗെയിം ഉണ്ട്. പിന്നെ കുറച്ച് പേർക്ക് വിഷമമെന്നറിയാം, എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ. ടീമിന് വേണ്ടി ചാവുന്നൊരു മെസ്സിയും മെസ്സിക്ക് വേണ്ടി ചാവുന്ന ഒരു ടീമുമാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ വിജയം. അത് വേറെ ടീമിനില്ല. കാരണം വേറെ ടീമിലൊക്കെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണെങ്കിൽ അർജന്റീന ഇസ് ലൈക്ക് എ ഫാമിലി. മെസ്സിനെ തൊട്ടാൽ കടലായിട്ട് ഇളകും. ഉറപ്പായിട്ടും കറക്റ്റാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും ബ്രസീൽ ആരാധകനാണ്. ഡെഫിനറ്റ്ലി ഐ റെസ്പെക്ട് ദാറ്റ്. ഇത്തവണ ഞാൻ ക്രിസ്ത്യാനോ സപ്പോർട്ട് ചെയ്തു. കാരണം ഒരു വേൾഡ് കപ്പ് ഇട്ടിട്ടെ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അത്രയും നന്നായിട്ട് കളിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഏറി പോകുന്നത് ഓക്കെ. പക്ഷേ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, അർജന്റീനയുടെ കളി കണ്ട് അസൂയപ്പെട്ടു പോയി. കാരണം അങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് പോലും അർജന്റീന ഫാൻസിന് മുട്ടായി ചത്തോർത്ത് ഞങ്ങൾ തിരിച്ചതുണ്ട്. അതായത് കളി കഴിയാറായി, തോറ്റ് അർജന്റീന തോറ്റ ലെവലിൽ പടക്കം മേടിച്ച ആൾക്കാരൊക്കെ പടക്കം അപ്പോൾ വേൾഡ് കപ്പ് ജയിക്കാതെങ്കിൽ കിടിലൻ. പക്ഷെ വേൾഡ് കപ്പ് ജയിച്ചില്ല. പക്ഷെ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ഈ വേൾഡ് കപ്പിൽ ഹൈ കിട്ടിയ ഫാൻസ് എന്നായിരുന്നു വെച്ചാൽ ഓഫ് കോഴ്സ് അർജന്റീനയാണ്. കാരണം ഫൈനലിൽ വരെയുള്ള ജേണി ഇംഗ്ലണ്ടിനൊക്കെ തോപ്പിക്കുന്ന കളി ഉണ്ടല്ലോ. പക്ഷെ എന്ത് ഫൗളാടാ നിങ്ങൾ കാണിക്കുന്നത് കൂട്ടുകാരാ? ഫൗളുണ്ട്. ഇപ്പോൾ 2021 കോപ്പ അമേരിക്ക അടിച്ച കളിയിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, ഇപ്പം മെസ്സി കോപ്പ അമേരിക്ക അടിച്ചെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിച്ചത് നെയ്മറാണ്. നെയ്മറിന് ഇഷ്ടം പോലെ അർജന്റീന പ്ലേയേഴ്സ് ഫൗൾ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ പണ്ട് പറഞ്ഞതല്ല, മാർഗം അല്ല ലക്ഷ്യമാണ് പ്രധാനം. ഓക്കെ, കുറേ മെസ്സിയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. ഇനി താങ്കളുടെ ബിസിനസ്സിലേക്ക് വരാം. ആദ്യം തുടങ്ങുന്ന കച്ചവടം മന്തിക്കടയാണോ? ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം എനിക്ക് ഭയങ്കര സിനിമ ഡ്രീമറാണ്, ഫിലിം ഡ്രീമറാണ്. എനിക്ക് സിനിമ ഡയറക്ടർ എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സീരിയസ്ലി ആരെ വെച്ചെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? എനിക്കറിയില്ല. ഞാൻ മമ്മൂക്ക ഫാനാണ്. എനിക്ക് മമ്മൂക്ക വെച്ചിട്ട് ഒരു പരിപാടി പിടിക്കുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ മൈൻഡിലതൊന്നുമില്ല. ഞാൻ പക്ക
പക്ക ഒരു ഫിലിം എല്ലാ ഫിലിമും എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ല. അത് അതുകൊണ്ടല്ല, ഞാൻ ഇപ്പോഴും മമ്മൂക്ക ഫാനാണ്, ഡൈ ഹാർഡ് മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കാടെ ഒരു പടത്തിന് റിലീസിന് പോവും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ട്. എൻ്റെ പാർട്ട്നേഴ്സ് ഞങ്ങൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു കാര്യം പറഞ്ഞാൽ മരു വന്നില്ലെങ്കിൽ പോലും മമ്മൂക്കാടെ പടം റിലീസ് ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ കണ്ടിരിക്കും. ഇന്ന് വരെ ഞാനിപ്പോൾ ഖലീഫയുടെ റിലീസാണ് ആയി മച്ചാൻ വിളിച്ചോണ്ട് അത് റിലീസ് ഞങ്ങളൊരു ഫിലിം ലവേഴ്സാണ്, ഫിലിം ലവേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് പോകണം. പിന്നെ ഇപ്പോൾ കുറേ പേര് സിനിമയിലൊക്കെ വിളിക്കുന്നുണ്ട്. അഭിനയിക്കാൻ. എനിക്ക് കഥ ഇഷ്ടമാണ്ട് ഞാൻ 2 വാരത്തിന് അഭിനയിക്കാൻ വിളിച്ചപ്പോ പോവും. പക്ഷെ ഞാൻ പിന്നൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂവിൽ പറ്റുന്ന നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്ന ഒരു പരിപാടിയാണ് പിടിക്കേണ്ടത്. എല്ലാം കയറി പിടിക്കരുത്. സിനിമ എന്ന് പറയുമ്പോൾ ചാടി വീഴരുത്. എന്താ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. നല്ലൊരു പടത്തേക്ക് എന്നെ വിളിച്ച്. പക്ഷെ എനിക്ക് ആ കണ്ടില്ല, എനിക്ക് വർക്കാവാത്തതുകൊണ്ട് ഞാൻ പോയില്ല. ആ പടം ഇറങ്ങിയില്ല. ഞാൻ ഒരിക്കലും വേറെ അഭിനയിക്കാത്ത പടം അല്ലല്ല. അതുകൊണ്ടല്ല ഞാൻ എനിക്ക് നമ്മളാ പടത്തിൽ നമ്മളെ കാണുമല്ലോ. അപ്പൊ അതിനകത്ത് എനിക്ക് എൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ എനിക്കത് വർക്കല്ലാവും. അപ്പൊ ഞാൻ അവസരം കിട്ടുകയാണ്. ഡയറക്ഷൻ, പ്രൊഡ്യൂസർ, ആക്ടർ ഏതില് പോവും ഫസ്റ്റ്? കറന്റ് ഇപ്പൊ ഹാഷിറൊക്കെ ഡേറ്റാണെങ്കിൽ ആക്ടറായിട്ട് അല്ല മറ്റേ പ്രൊഡ്യൂസറായിട്ട് അല്ല. അവരൊക്കെ ഭയങ്കര, ഞാനിപ്പോൾ ഹാഷിറിനായിട്ടും ആ ടീമിനായിട്ടൊക്കെ ഭയങ്കര കണ്ടിട്ടാണ്. അവരൊക്കെ ഭയങ്കര സിനിമ ഇൻവോൾവ് ആയിട്ട് അത്രയും പാഷനായിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ പടം പ്രൊഡ്യൂസ് ചെയ്താൽ ചിലപ്പോൾ ഹിറ്റാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മനസ്സിലായില്ല, കാരണം അവർക്കൊരു എന്താ പറയുക, സിനിമ അതിൻ്റെ ബിസിനസ് പോസിബിലിറ്റിനേക്കാളും കൂടുതൽ അവർ ആ പരിപാടി ഭയങ്കര ഇന്നാണ്. അങ്ങനത്തെ ഇന്നായിട്ടുള്ള ആൾക്കാരായിട്ടും നല്ല കഴിവുള്ള ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ തന്നെ പൈസ ഇല്ല. ഒരു ഫുട്ബോൾ ടീം ഒരു മാനേജർ ആവാണ്, ആ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനും കൂടെയാണ്. അപ്പോൾ 11 പേരാണ് ഒരു ടീമിൽ കളിക്കുന്നത്. അതിൽ ഒരാളാണ് നമ്മുടെ യാദിൽ എന്ന് വിചാരിക്കുക. ഇനി യാദിലുമായിട്ട് ബന്ധമുള്ള ബാക്കി 10 പേര്, അതായത് യാദിലിന് ചിലപ്പോൾ മെസ്സിയെ പറയാം, അതിൽ ആരെ വേണമെങ്കിലും പറയാം, സാധാരണക്കാരെ പറയാം. അങ്ങനെയാണെങ്കിൽ പക്ഷെ അവർ മാറ്റി നിർത്താൻ പറ്റില്ല ജീവിതത്തിൽ നിന്ന്. അങ്ങനത്തെ ഒരു 10 പേരെ ഇവിടെ ഉൾപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈ, എന്തുകൊണ്ട്? ബോൾ പാസ് ചെയ്ത് പോകണം. ആദ്യം ബോൾ പാസ് ചെയ്യുന്ന ആർക്കായിരിക്കും? ഓഫ് കോഴ്സ് മെസ്സിയാണ്, കാരണം മെസ്സിയാണ് ഫുട്ബോളിന്. പിന്നെ എനിക്ക് നെയ്മറും സുവാരസും ഉണ്ടായത് നല്ലതാണ്. കാരണം എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവർ ഭയങ്കര അൺസെൽഫിഷ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. മെസ്സി, നെയ്മർ, സുവാരസും ഒരു ഗോൾ അടിപ്പിക്കുന്നതിനേക്കാളും ഒരു ഫാമിലി പോലെ കളിച്ചിരുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ നെയ്മറിനെ കുറ്റം പറയാൻ ഇഷ്ടമല്ല. നെയ്മറിനെ കുറ്റം പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഞാൻ ലെഫ്റ്റ് ആവും. യെസ്, എനിക്ക് അത്ര ഇഷ്ടമാണ്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, എല്ലാവരും ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അതേപോലെയാണ് ലെഫ്റ്റ് ആവുന്നത്. യെസ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് വർക്കല്ലോ. കാരണം മെസ്സിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് നെയ്മർ. മെസ്സി നെയ്മറുള്ള ബോണ്ടിങ് ഭയങ്കര, എത്ര ബ്രസീലാർജന്റീന കുറ്റം പറഞ്ഞാലും നെയ്മറിനായിട്ടുള്ള ഇഷ്ടം അത് ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ നെയ്മർ, മെസ്സി, സുവാരസ്. പിന്നെ ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് ഉണ്ടെങ്കിൽ നല്ലത് ഫുട്ബോൾ. പിന്നെ നമുക്ക് ഫ്രണ്ട്സിന് എടുക്കാം. നിങ്ങൾക്ക് 5 പേര് എടുക്കണമെങ്കിൽ ഇപ്പം മൊത്തം 5 പേരായി. വൈഫിന് എടുക്കാനുള്ള വൈഫിന് വേറെ വീട്ടിൽ പോകല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ പോപ്പുലർ ആക്കാനും അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഉള്ള ഒരു കിരൺ രാജുണ്ട്. കിരണ ഞാൻ എന്തായാലും എടുക്കും. പിന്നെ ഒപ്പം മാഡ്ലെമി, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒരു ലെവലിന് ശേഷം യാദിൽക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് യാദിൽക്കാനെ ആൾക്കാർ സ്നേഹിക്കുള്ളൂ. ഭയങ്കര വില്ലാണ് ഭയങ്കര. അപ്പം അങ്ങനത്തെ ലെവലിൽ കണ്ടന്റ്, അത് എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല. അവനാണ് എന്നെ ശരിക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. പിന്നെ എന്നെ സ്ഥിരം ഇപ്പോൾ രാത്രി 12:30ക്കും 5:30ക്കും ഫുട്ബോൾ കാണാൻ വേണ്ടി ചില സമയത്ത് ഉറങ്ങിപ്പോവും. ഇത് ഭയങ്കര ടഫായിട്ട് രാത്രി കാണാൻ. അപ്പം അങ്ങനെ വിളിക്കുന്ന കൂരിയാടുള്ള ഒരു അബിയുണ്ട്, അബിലിയോ. അബിനെ ഞാൻ പരിചയപ്പെടുന്നത് മെസ്സിയുടെ ഫാൻ മീറ്റപ്പിൽ. അബി വലിയ മെസ്സിയുടെ കട്ടൗട്ടായിട്ട് പറയണം. അപ്പം അബിനെ ഞാൻ എന്തായാലും, അബി ഫുട്ബോളും കളിക്കും, അബിനെ ഞാൻ എന്തായാലും വിളിക്കും. പിന്നെ ഈ മാഡ്ലെമിയുടെ കസിൻ ഉണ്ട് ഇബു, അവൻ ഐ തിങ്ക് അവൻ UK ഇപ്പോൾ ഉള്ളത്, അവനെ വിളിക്കും. പിന്നെ ഞാൻ ആരെ വിളിക്കാം? ഓഫ് കോഴ്സ് ഞാനിപ്പോൾ കറന്റ് വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള ഫുഡി ഗോവിന്ദനെ വിളിക്കും. പിന്നെ എൻ്റെ പാർട്ട്നേഴ്സ് ആരെങ്കിലും, എൻ്റെ മന്തിക്കടയിലത്തെ പാർട്ട്നേഴ്സ് ആരെ വേണമെങ്കിലും വിളിക്കാം. മഞ്ജൂർ, മൂസ, അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഹനീഫ്, അങ്ങനെ കുറേ പേരുണ്ട്. അവർ ആരെ വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, ശരി. ഇനി ഞാൻ പറയുന്ന മന്തി കട തുടങ്ങിയത് ആദ്യ ബിസിനസ് മന്തിക്കടയായിരുന്നു. അതാണോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ ഫ്ലോപ്പായി നിൽക്കുമ്പോൾ. അതെന്തൊക്കെയാണ് ഫ്ലോപ്പായത്? ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. അപ്പോൾ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര പാഷനാണെന്ന്. അത് ആർക്കായില്ല.
പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഫിലിം ഡയറക്ടർ ചെയ്യണം. ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആരെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ. പിന്നെ എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട്, എൻ്റെ മെൻറ്റർ ഉണ്ട്, വിനീത് ശ്രീനിവാസൻ. വിനീതേട്ടൻ പറഞ്ഞടാ ഫിലിം നിനക്ക് എന്ന് വേണമെങ്കിലും ഫിലിം ചെയ്യാം, നീ ഇപ്പോൾ തൽക്കാലം മന്തിക്കട നോക്ക്. ഞങ്ങൾക്ക് വൈറലാവണേക്ക് മുമ്പ് കേട്ടോ, വൈറലാവണേക്ക് മുമ്പേ വിനീതേട്ടൻ ഞങ്ങളെ മന്തി ഞാൻ കണ്ടു വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡിയാണ് വിനീതേട്ടൻ പറഞ്ഞ് എടാ നീ മന്തിക്കടനെ ഫോക്കസ് ചെയ്യ്, നിനക്കൊരു പോയിന്റ് വരും, നീ ഇല്ലാണ്ട് മന്തിക്കട റണ്ണാവണ പോയിന്റിൽ നിനക്ക് പൈസ വരും, അപ്പം നീ മന്തിക്കട ഇറങ്ങാം, അങ്ങനെ നിനക്ക് പൈസ ഉണ്ടാവും, മന്തിക്കട ഉണ്ടാവും, സിനിമ ഉണ്ടാവും. ഇപ്പം നീ സിനിമയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ മന്തിക്കട ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അത് ഫിനാൻഷ്യൽ ഫ്രീഡാണ് ഏറ്റവും വലിയ ഫ്രീഡം ആണ് പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് ഗൈഡ് ചെയ്യുന്നത്. പുള്ളിയാണ് കറക്റ്റ്. ഞാൻ എന്തെങ്കിലും ലൈഫിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിക്കും, പുള്ളിനെ ഗൈഡ് ചെയ്യും. ഞാൻ മിസ്റ്റർ കമ്മ്യൂണിറ്റി ഫസ്റ്റ് വിളിച്ച ആൾ വിനീതേട്ടനാണ്. വിനീതേട്ടനെ വിളിച്ചപ്പോൾ വിനീതേട്ടൻ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. വിനീതേട്ടൻ അതേപോലെ തന്നെ ഉണ്ണിക്കണ്ണനെ വിനീതേട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഉണ്ണിക്കണ്ണൻ വിജയുടെ ഉണ്ണിക്കണ്ണൻ റീച്ച് ആകാൻ വേണ്ടിയിട്ട് വിനീതേട്ടൻ ഭയങ്കര ആഗ്രഹിച്ചു തോന്നുന്നു. വിനീതേട്ടൻ എന്ന് വെച്ചാൽ ഒരു ട്രൂ ഇൻസ്പിറേഷനാണ്, അത്രയും ജെനുവിനാണ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത്ര അടിപൊളി ക്യാരക്ടറാണ്. സൂപ്പർ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഉണ്ണിക്കണ്ണൻ വിജയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അത് ഒറിജിനൽ അല്ലേ? ഇപ്പോൾ ഇന്ന് ഉണ്ണിക്കണ്ണൻ വിജയുള്ള ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിനൊരു 1.5 വർഷം മുമ്പ് ഇവൻ്റെ അടുത്ത് പറഞ്ഞു അതിൽക്ക നമുക്ക് കിട്ടി, അതിൽക്ക ഫോട്ടോ ഇടുന്നതാണ്. അപ്പോൾ ആ ഫോട്ടോ ഇറങ്ങിയില്ല, കാരണം ജനനായകൻ ഇറങ്ങാണ്ട് ഉണ്ണിക്കണ്ണന് ഫോട്ടോ ഇട്ടില്ല. എന്നിട്ട് ഉണ്ണിക്കണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അതിൽക്ക ഫോട്ടോ എടുത്തിട്ടുണ്ട്, വിജയ് സാർ ഞാനും കൂടെ ഇങ്ങനെ കൈ വെച്ചിരിക്കണ ഫോട്ടോ എന്ന് പറഞ്ഞ്. കാരണം വെച്ചാൽ ഉണ്ണിക്കണ്ണൻ എത്ര പേര് തെറ്റിയിരിക്കുന്നില്ല. ഉണ്ണിക്കണ്ണനേക്കാളും വലിയ വിജയ് ഫാൻ ഉണ്ടാവാം, യാദിലിനേക്കാൾ വലിയ മെസ്സി ഫാൻ ഉണ്ടാവാം, പക്ഷേ അറിയപ്പെടാനുള്ളൊരു ഭാഗ്യമാണ് ഇത് ഞങ്ങളിലേക്ക് വന്നേരാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എന്താ വെച്ചാൽ ഈ ജേണിക്ക് പോകുമ്പോൾ ഞാൻ ഉണ്ണിക്കണ്ണൻ അടുത്ത് കിടക്കുക വിളിച്ചു കേട്ടാ പൈസ വല്ലതും വേണം, അവൻ പൈസ പോലും മേടിക്കില്ല. അത്രയും പ്യുവറായിട്ടുള്ളൊരു സോളാണ് ഉണ്ണിക്കണ്ണൻ. ഉണ്ണിക്കണ്ണനെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ വിനീത് ശ്രീനിവാസനൊക്കെ ഉണ്ണിക്കണ്ണൻ അഡ്മയർ ചെയ്യണമെങ്കിൽ അവൻ എന്തുമാത്രം ജെന്യുവിനായിരിക്കും. അപ്പോൾ എനിക്ക് വിജയനോട് ഇഷ്ടമുണ്ട്. മൈറ്റ് ബി ഇപ്പോൾ കുറേ ട്രോളുകൾ കാണുന്നുണ്ട് വിജയുടെ പണ്ടത്തെ പടത്തിൻ്റെ പേര് വെച്ച് കഴിഞ്ഞാൽ അവനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ വിജയ് എന്നുള്ള വ്യക്തി, വിജയ് എന്നുള്ള ഒരു ആക്ടറേക്കാളും കൂടുതൽ വിജയ് എന്നുള്ള വ്യക്തി ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഉണ്ണിക്കണ്ണൻ. ഫൈനലി എത്ര പേര് കളിയാക്കിയാലും എത്ര പേര് ഊക്കിയാലും ഉണ്ണിക്കണ്ണൻ വിജയ് ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ വന്നു. അപ്പോൾ അതാണ് ഏറ്റവും വലിയ സക്സസ്. ഒരാൾ പാലക്കാട് നിന്ന് നടന്ന് ഇത്രയും ദിവസം നടന്ന് പോകുമ്പോൾ വിജയ് സാറിനെ പോലത്തെ ഇത്രയും കോടിയിൽ മേടിച്ചത് സിനിമയിൽ നിന്ന് മാറിയിട്ട് രാഷ്ട്രീയത്തിൽ പോയ ഒരാൾക്ക് ഉണ്ണിക്കണ്ണനെ പോലത്തെ ഫാൻ ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല. അത് ഉണ്ണിക്കണ്ണൻ ഒരു മോഡലാണ്. ഒരു 4ാം ക്ലാസ് പഠിച്ച ഒരാൾക്ക് ഒരു വിഷയം ഉണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം, ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു വിഷയം ഉണ്ടെങ്കിൽ റീച്ച് ചെയ്യാം. ഇപ്പോൾ വിജയ് സാറിൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ വെച്ചാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമില്ല. എത്ര വലിയ ബിസിനസ്മാൻമാരായ പോലും പുള്ളിയുടെ അടുത്ത് റീച്ച് ചെയ്യാൻ എളുപ്പമല്ല. അതാണ് ഉണ്ണിക്കണ്ണൻ സാധാരണക്കാരൻ ഒരു വീട്ടിൽ നിന്ന് നടന്നു പോയിട്ട് അച്ചീവ് ചെയ്തത്. അതൊക്കെ പറയുമ്പോൾ എനിക്ക് പ്യുവർ ഗൂസ് ബംസ് ആണ്. അവനെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരെ മോട്ടീവ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സെയിം ആണ്. അപ്പോൾ മെസ്സിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലക്ഷ്യം എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഹഗ് ചെയ്യണം. പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് സംഭവം. അതല്ല, മെസ്സിയെ കണ്ടു കഴിഞ്ഞു, ആ ഒരു ഡ്രീം കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത് വേറെ എന്തെങ്കിലും ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ? കുറച്ചും കൂടെ പണിയെടുക്കണം, മന്തിക്കടയൊക്കെ നോക്കി നടത്താം. ഇത്ര നാളെ ഒരു ശ്രദ്ധ കൊടുക്കാണ്ട് അങ്ങനത്തെ കുറെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു 100-150 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഇവരൊന്നും എനിക്ക് ഡൗൺ ആക്കാൻ കഴിയില്ല. എനിക്ക് ചില സമയത്ത് ഞാൻ ആലോചിക്കും, ഞാനിതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ മാത്രം പോകുന്നത്. എൻ്റെ ഒപ്പം ആൾക്കാർക്ക് സാലറി കൊടുക്കാൻ മറന്നു പോയില്ലല്ലോ. സാലറി കൂട്ടാരാ, എൻ്റെ കമ്പനിയിൽ നഷ്ടത്തിലായാൽ പോലും സാലറി കൊടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്യില്ല. സാധനം നമ്മുടെ ബിസിനസ് ഫേം തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം കറക്റ്റായിട്ട് കണക്കെടുക്കും. ലാഭം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈല്, ലാഭം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈല്. എന്തായാലും ഇപ്പോൾ കടം പിടിച്ചതായാൽ പോലും സ്റ്റാഫിൻ്റെ സാലറി മസ്റ്റായിട്ട് കൊടുക്കണം. അത് എല്ലാ ബിസിനസ്സുകാരും മനസ്സിലാക്കുക. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് നമ്മുടെ സ്റ്റാഫാണ്. അവർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ള പൈസ മാത്രമേ നമ്മൾ റോൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ വെൻഡേഴ്സിന് പൈസ കൊടുത്തുള്ള പേയ്മെൻറ്റ് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതാണ് പ്യുവർ ബിസിനസ്. അടിപൊളി. ഈ ഓണത്തിന് നമ്മൾ വിളിച്ച ഉടൻ തന്നെ ജേഴ്സി ഇട്ട് ഓടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഈ ജേഴ്സിക്ക്. ഇനി ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ നോക്കുമ്പോൾ ഡ്രസ്സൊന്നും കാണില്ല. ഫുള്ള് എൻ്റെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും എനിക്ക് ഇപ്പം ഗിഫ്റ്റ് ചെയ്യുന്ന ജേഴ്സിയാണ്. എൻ്റെ വീട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതലുള്ള ജേഴ്സിയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ അതെടുത്ത് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ എനിക്ക് അപ്പം മെസ്സിയുടെ പേരിൽ ഞാൻ അറിയപ്പെടുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു 5-6 ജേഴ്സിയാണ് എൻ്റെ ഉണ്ടാവുന്നത്. ഇപ്പോൾ മിനിമം ഒരു 10-25-30 ജേഴ്സിയെങ്കിലും മിനിമം അത്രയും പേര് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ. അതും ഗിഫ്റ്റ് ചെയ്യുന്ന ഒറിജിനൽ ജേഴ്സിയാണ്. ആരെങ്കിലും ഒറിജിനൽ ജേഴ്സി ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യം ഗിഫ്റ്റ് ചെയ്തോ, കാരണം ജേഴ്സിക്ക് 10-12,000 രൂപ.
ഇനിയും ഒറിജിനൽ ജേഴ്സി കിട്ടിയാൽ വാങ്ങുമെന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ ആര് ഒറിജിനൽ ജേഴ്സി എന്നാലും ഞാൻ മേടിക്കും. ആ ഒറിജിനൽ ജേഴ്സിക്ക് കുറെ പ്രത്യേകത കാണുന്ന 3 സ്റ്റാർ. ഈ ജേഴ്സിക്ക് പ്രത്യേകത ഉണ്ട്. ഇത് അർജന്റീന ഈ സ്റ്റാറുമ പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഈ സ്റ്റാറും അർജന്റീന വേൾഡ് കപ്പ് അടിച്ച വർഷങ്ങളുണ്ട്. 2022, 78, 84. ഈ സ്റ്റാർ ഇങ്ങനെ ലൈറ്റിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ ആ വർഷങ്ങൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. എന്താണ് ഓണപരിപാടി? ഓണപ്പരിപാടി ഇപ്പം എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. മന്തിക്കടയിൽ പോകണം, എല്ലാവർക്കും മന്തി കൊടുക്കണം, വെക്കേഷൻ സീസണാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്യുന്ന സമയത്താണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ നല്ല തിരക്കുള്ള സമയമായിക്കുള്ളൂ. ആ സമയത്ത് നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ ഫുൾ വർക്ക് മോഡിലായിക്കുള്ളൂ. ഓണം മെമ്മറീസ് വല്ലതും ഉണ്ടോ? ഓണത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മെമ്മറി എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ ഓണം സെലിബ്രേഷനൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഞാൻ വൈഫിനെ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മന്തിക്കട തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് അപ്പോൾ അവളെ പഠിപ്പിക്കണമായിരുന്നു. ഒപ്പം മന്തിക്കട റണ്ണിങ്ങണം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ കോളേജിൽ നിർത്തുന്ന സമയത്ത് നോക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ സെലിബ്രേറ്റ് ചെയ്യണ്, നമ്മൾ മന്തിക്കടയിൽ പണിയെടുക്കണ്. അതൊരു കുറച്ച് വിഷമമുള്ള പരിപാടിയാണ്. ഹെലികോപ്റ്ററിൽ പറന്ന് മന്തി ഡെലിവറി ചെയ്യുന്നുണ്ട്, ഹാർലിയിൽ കൊണ്ട്. അതൊക്കെ അതിന് ശേഷമുള്ള പീരീഡാണ്. സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ട്, എല്ലാവർക്കും സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ട്. ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2.5 വർഷം കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ സക്സസ്ഫുൾ ആവണത്. എല്ലാവരും മനസ്സിലാക്കാൻ മെസ്സിയുടെ പേരിൽ ഞാൻ സക്സസ്ഫുൾ ആയത്. ഞാൻ സക്സസ്ഫുൾ ആയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് മെസ്സിയുടെ പേരിൽ ഞാൻ അറിയപ്പെടാൻ തുടങ്ങിയത്. ശരി, അപ്പോൾ എല്ലാം നന്നായി വരട്ടെ. ഇപ്പം യാതിൽ ആഗ്രഹിക്കുന്ന പോലെ തന്നെ യാതിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാനും ആഗ്രഹിക്കുകയാണ്. മെസ്സി എത്രയും പെട്ടെന്ന് നേരിട്ട് കാണാൻ പറ്റട്ടെ. പക്ഷെ പറ്റും, അത് ഉറപ്പായിട്ടും പറ്റും. എന്നാണെന്നറിയില്ല, പക്ഷെ ഉടൻ ആസ് സൂൺ ആസ് പോസിബിൾ മെസ്സിയെ കണ്ടിരിക്കും. അത് എനിക്കത് സംസാരത്തിൽ കൂടെ മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ ടൈമിൽ ഇത് ഭയങ്കര ടഫാണെന്ന് മനസ്സിലാക്കിയത്. അതായത് മെസ്സിനെ റീച്ച് ചെയ്യാൻ ടഫാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ചിലപ്പോൾ ഞാൻ തട്ടിപ്പോയിട്ട് ഈ ജേഴ്സി ഫിലിമിലത്തെ പോലെ എൻ്റെ മക്കൾക്കും ഭാര്യക്കൊക്കെ മോനിക്കും ഭാര്യക്കൊക്കെ പോയിട്ട് മെസ്സിനെ കാണാൻ പറ്റുന്ന ഭാഗ്യം അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഞാൻ റെസ്റ്റോറൻറ്റിനേക്കാളും കൂടുതൽ ഞാൻ ഒരു ടൈമിൽ മെസ്സിലായിട്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാഗ്യം വന്നു, അറിയപ്പെടാനുള്ള ഭാഗ്യം വന്നു. അപ്പോൾ ഞാൻ എന്തായാലും കാണണ്ടേ, അതല്ല അതിൻ്റെ ഒരു ഉറപ്പായിട്ടും കാണണം. ഈ ചാറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈയിട്ട് അതെന്താ സംഭവം? അത് അർജന്റീനത്തെ ഫാൻസ് ഫുള്ള് ഇങ്ങനെ കാണിക്കണ്ടോ, ഞാനും കാണിച്ച് എന്താ ഭാര്യ എറിയാണോ? അവർ ചാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വാമോസ് അർജന്റീന സാവേ കെ ഷോത്തഗേറോ ഓ യാഗേ ഗാനാർ എസേ റിമേറോ. അടിപൊളി. എനിക്ക് താങ്കളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വ്യക്തിയാണ് സ്പീഡ് ഭയങ്കര ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. പക്ഷേ സ്പീഡിനും ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം പറയാം, എന്നെ പോലത്തെ ഒരാളായിട്ട് സ്പീഡിന് കമ്പയർ ചെയ്ത്. കാരണം സ്പീഡ് റൊണാൾഡോ ഫാനാണ്, ഒരുപാട് അപരാധങ്ങൾ പറയണമെങ്കിലും സ്പീഡ് ഒരുപാട് കഴിവുള്ള മനുഷ്യരാണ്. എനിക്ക് ഒരു കഴിവുമില്ല. സ്പീഡിന് ഒരുപാട് സ്പീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മെസ്സിനെ കുറിച്ച് സ്പീഡ് കുറ്റം പറയണമെങ്കിലും എനിക്ക് സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പക്ഷേ സ്പീഡിന് ഇത്രയും നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ പോലും സ്പീഡ് മുന്നോട്ട് പോകുന്നില്ലേ. അതുപോലെ യാതിൽ തളർന്നു പോകല്ലേ. കാരണം സ്പീഡ് മലയാളിയല്ല. കൂട്ടണ ചിലതൊക്കെ കമന്റ് ചെയ്യണുണ്ടാവും. ഞാൻ ഈ ലോകത്തിലത്തെ ഏറ്റവും വൃത്തിയാണെന്ന് വിചാരിക്കും. അതൊക്കെ ഫേസ്ബുക്കിൽ പോകണം ബ്രോ. ഫേസ്ബുക്കിൽ പോകുമ്പോ ഞാൻ വിചാരിക്കും ഞാനാണ് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ആക്റ്റീവ് കേട്ടോ. അതുകൊണ്ട് തുടങ്ങല്ലേ. ഞാനേ ഇപ്പൊ ഇന്റർവ്യൂ വേണ്ടി പറയാം കേട്ടോ, ഞാൻ അർജന്റീനയിൽ എന്നാ ലുലുഎക്സ് എന്നൊരു കമ്പനി എന്നെ അർജന്റീനയിൽ മെസ്സിയുടെ ലാസ്റ്റ് കളി കാണാൻ വേണ്ടി, അതൊരു ഇമോഷണൽ മാച്ചാണ്, കാണാൻ വേണ്ടി റിവർ പ്ലേറ്റിന്റെ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ക്രിയേറ്റർ ഉണ്ടായിരുന്നു, ഹിന്ദി ക്രിയേറ്റർ. അപ്പോൾ ഈ ഹിന്ദി ക്രിയേറ്റർ എൻ്റെ വീഡിയോ ഞാൻ അറിയാണ്ട് എടുത്ത്, ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ വലിയ സ്ക്രീനിൽ മെസ്സി ഭയങ്കര ഇമോഷണലായിട്ട് മൂക്കൊക്കെ ചുമന്നിട്ട് കുട്ടികളെ ഉമ്മ വെക്കുന്നു, മെസ്സിയുടെ പ്ലേയേഴ്സ് ഒപ്പമുള്ള ടീംമേറ്റ്സ് വന്നിട്ട് മെസ്സിന് ഉമ്മ വെക്കുന്നു. കാരണം അർജന്റീനയിലത്തെ മെസ്സി ലാസ്റ്റ് കളിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. പണ്ടാറ് ഞാൻ ഈ കൊടുങ്ങല്ലൂർ ചെക്കൻ ഈ അർജന്റീന കളി കാണുന്നു, മെസ്സിയുടെ ലാസ്റ്റ് കളി കാണുന്നു, എന്താണ് എന്നെ മെസ്സി തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് എനിക്ക് മനസ്സിലാവണം. എന്നേക്കാൾ വലിയ ഫാൻസ് ഉണ്ട്, എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് വിടുത്തി. ഇത് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു. അപ്പോൾ മെസ്സി കര കണ്ടപ്പോൾ എനിക്കിത് പ്രശ്നമുണ്ട്. കരയുമ്പോൾ തേങ്ങി എൻ്റെ വൈഫ് പറയും, താൻ കരഞ്ഞോ, പക്ഷെ കുറുക്കൻ്റെ പോലെ കരയുന്നു. ഞാൻ തേങ്ങി കരഞ്ഞപ്പോൾ അപ്പുറത്ത് നിന്ന് ഫ്രണ്ട് ഞാൻ 2 വീഡിയോ എടുത്ത്, എന്നിട്ട് ഇവള് 5 പോസ്റ്റിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റായിട്ട് ഇത് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇവർ കൊളാബറേഷൻ തന്നു. ഹിന്ദി ക്രിയേറ്റർ, ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റർ കൊളാബ് മഹിമ ആക്സെപ്റ്റ് ചെയ്യില്ലേ. ഞാനും ആക്സെപ്റ്റ് ചെയ്ത് പോയി. അർജന്റീന രാവിലെ 3 മണിയാണ് സമയം.
ഉച്ചക്ക് ഞാൻ എണീച്ച് നോക്കിയപ്പോൾ നാട്ടിൽ ഫുള്ള് ട്രോളിൽ ഫുള്ള് ഞാൻ കരയണം. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഞാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ഞാൻ അപ്പൊ ശരിക്കും മോങ്ങൽ സ്റ്റാർ എന്ന് അറിയപ്പെടുന്നത് ഞാന് യാതിലെ ഒരു സമയം മംഗൾ സ്റ്റാർ എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ARM സിനിമയിൽ എന്റെ മങ്ങിയ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ നല്ല ഫോട്ടോ വെച്ചിരുന്നു, പക്ഷേ 3D ഗ്ലാസ് ഊരിയപ്പോഴും വെച്ചപ്പോഴൊക്കെ മങ്ങിയ രീതിയിലാണ് പോസ്റ്ററിൽ. പക്ഷെ അതെനിക്ക് പേഴ്സണലി ഭയങ്കര സൈബർ ബുള്ളിങ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും പേര് വട്ടം കൂടുന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ഞാൻ ഫാനാണോ ഞാൻ ഫാനല്ലേ. എനിക്ക് അങ്ങനെ കറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പോലുള്ള അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഞാൻ എൻ്റെ പേജിലുണ്ട്. ഏതോ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അവിടെ നിന്ന് എടുത്തില്ല അല്ലേ, സ്വന്തം പേജ് ഇടാതെ താങ്കൾ പോലും അറിയാതെ അവൻ മൊമെന്റ് ക്യാപ്ചർ ചെയ്ത് അതൊരു ടൈമിൽ ഭയങ്കര ടോക്സിക് ആയി തുടങ്ങി. എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ഫാമിലിയുടെ അടുത്തും ഞാൻ ആൻസർ പറയാൻ തുടങ്ങി. ഇതെന്താണ് നീ ഇങ്ങനെ കാണിച്ചത്, നീ ഇങ്ങനെ കാണിച്ചത്. ഇപ്പം നമ്മുടെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കാണുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർ അതുപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ആണ്. എനിക്ക് നെഗറ്റീവ് സ്പേസിൽ ഇരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഫുൾ ടൈം പോസിറ്റീവായിട്ട് ഇരിക്കാൻ സ്പേസിൽ താല്പര്യം. പക്ഷെ അതെനിക്ക് ഭയങ്കര ആ കരയണ സാധനം എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ മനഃപൂർവ്വം ഒരിക്കലും ഒരു കണ്ടതിന് വേണ്ടി പരിപാടിക്ക് വേണ്ടി ചെയ്ത സാധനമല്ല. അതൊരു നാച്ചുറലി ഹാപ്പനായ സാധനമാണ്. ആ അർജുനന് അത്രയും വലിയ ഫാൻസിനുള്ളിൽ 1 ലക്ഷം ഫാൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ എനിക്ക് നാച്ചുറലായിട്ടൊന്നൊരു ഇമോഷനാണ്. പക്ഷെ ആ ഇമോഷൻ അങ്ങനെ ആയിപ്പോയി. ഓണം ആയിരിക്കുകയാണ്. അപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തും എന്താ പറയാനുള്ളത്? അടിച്ചു പൊളിക്കുക, ഓണം എൻജോയ് ചെയ്യുക, എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ, എല്ലാവരുടെ സ്വപ്നങ്ങളും നിറവേറട്ടെ. ഞാൻ എന്നെ തന്നെ പൊക്കി പറയാൻ പറ്റുന്ന അറിയില്ല. എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന്, കൊടുങ്ങല്ലൂരുള്ള സാധാരണ ഒരു മന്തിക്കാരൻ, ഒരു ഫാനിന് ഒരു 10 വർഷം മുമ്പ് അതിന് ഫ്ലെക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യുബസാറിലത്തെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം 150-200 രൂപ ഷെയർ ഇട്ടിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചെന്ന് എനിക്ക് സാക്ഷാൽ ലയണൽ മെസ്സിയുടെ കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് അറിവുള്ളത് അതിനെക്കുറിച്ച് വീഡിയോസ് ഇട്ട് തുടങ്ങാം. അത് നിങ്ങളുടെ ലൈഫ് എന്തായാലും മാറ്റും. ആരെന്ത് പറഞ്ഞാലും ഒറ്റയ്ക്ക് പോയിരുന്ന കരയുക, പബ്ലിക്കലി കാണിക്കാണ്ടിരിക്കുക. എത്ര കരഞ്ഞാലും ലാസ്റ്റ് സന്തോഷം ഉണ്ടാകുന്നതാണ് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചത്. എത്ര പേര് നടത്തിയാലും ഗ്രാസസ് അതിലുപോലത്തെ ഒരു കമൻറ്റ് മറ്റുള്ളവരുടെ ലൈഫിലും വരട്ടെ. ഞാൻ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ സക്സസ്സിലും ഞാൻ സിൻസിയറായിട്ട് സന്തോഷിക്കുന്നു. അതായിരിക്കാം എൻ്റെ ലൈഫിലും ഇത്തരം സന്തോഷങ്ങൾ വരാൻ കാരണം. ദാറ്റ്സ് ഇറ്റ്. സൂപ്പർ. ഇത് സ്പാനിഷിൽ പറയുകയാണെങ്കിൽ എന്ത് ഒരു ഹാപ്പി ഓണം എങ്ങനെയായിരിക്കും പറയുന്നത്? മെസ്സി കേരളത്തിൽ വരാൻ നേരത്തെ ഞാൻ സ്പാനിഷ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഫൈസൽ സാർ കാണണമെങ്കിൽ 2 ആഴ്ച പോയപ്പോൾ ഞാൻ നിർത്തി. ഹോല ഗ്രാസിയസ്.